അപ്പോൾ ഭഗവാൻ തലയിലൊക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, ദേവിയെ ഞാൻ ഉപേക്ഷിക്കൂ ദേവി അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരാളാണോ? ഇത് കേട്ടപ്പോൾ അതിന് ദേവി കൊടുക്കുന്ന മറുപടിയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടുന്ന ഒരു നല്ലൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു അഡ്വൈസായിട്ട്, ഒരു ഗൈഡൻസായിട്ട് നമ്മൾ കാണുന്നത്. കൃഷ്ണൻ്റെ ജീവിതത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിക്ക് ഒരു ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കുന്നതാണ് 60-ാം അധ്യായം. അതിന് കർഹിജിത് അധ്യായം എന്ന് പറയും. ഒരു പിണക്കത്തിൻ്റെ ഒരു അധ്യായമായിട്ടാണ് 60-ാം അധ്യായം ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഡൈവേഴ്സ് കേസിന് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇവിടെ ഒരു ഡൈവേഴ്സ് എന്ന് പറയുന്നത്? വേർപിരിയലല്ലേ. അപ്പോൾ കൃഷ്ണനും രുക്മിണി ദേവിയും ഒന്ന് വേർപിരിയാൻ ഭഗവാൻ അങ്ങോട്ട് ഒരു തീരുമാനം എടുത്തു. രണ്ടുപേരും മ്യൂച്വൽ ഇതല്ല. ഭഗവാൻ ഒരു ദിവസം രുക്മിണി ദേവിയോട് പറഞ്ഞു, ദേവി നമ്മൾ തമ്മിൽ ഒന്നിച്ചു പോവില്ല, ഒത്തുപോവില്ല, ചേർന്ന് പോവില്ല, ഒരു ചേർച്ച കാണുന്നില്ല. അപ്പോൾ ദേവി ഇങ്ങനെ വിചാരിച്ചു, എന്താവും ഒരു ചേർച്ചക്കുറവ്? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ വരുമ്പോഴല്ലേ ഡൈവേഴ്സൊക്കെ വരുന്നത്. എന്താണ് ഒരു ചേർച്ചക്കുറവ്? അപ്പോൾ അതിന് ഭഗവാൻ ചില കാരണങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. സാധാരണ ഡൈവേഴ്സ് കേസ് ഇതിന്ന് വ്യത്യാസമാണ്. സാധാരണ ഡൈവേഴ്സ് കേസിലൊക്കെ മറ്റൊരാളുടെ കുറ്റം, കുറവ്, ന്യൂനത, പോരായ്മ അതൊക്കെ പറയുന്ന കലഹിക്കുന്നവരാണ് കൂടുതൽ. അങ്ങനെയല്ലേ? എന്നാൽ ഇവിടെ കൃഷ്ണൻ നേരെ വിപരീതമാണ് പറയുന്നത്. തൻ്റെ കുറവ്, തൻ്റെ ന്യൂനത ഇതൊക്കെ അവതരിപ്പിച്ചിട്ട് ദേവിയുടെ ക്വാളിറ്റീസ്, ഗുണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഉയർത്തി കാണിച്ച് ദേവി വലിയൊരു ഉയർന്ന തലത്തിലും താൻ ഒരു താഴ്ന്ന തട്ടിലും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരിക്കലും ചേർന്ന് പോവില്ല. തുലാസിൻ്റെ 2 തട്ട് ഒരുമിച്ച് നിന്നാലല്ലേ ബാലൻസ്ഡ് ആവുള്ളൂ. ഒരു തട്ട് താഴെ ഒരു തട്ട് മുകളിലായാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ കൃഷ്ണൻ പറയണത്. ദേവിയുടെ കുറേ ഗുണങ്ങളും കൃഷ്ണൻ്റെ കുറേ കുറവുകൾ. അങ്ങനെ ആരെങ്കിലും കലഹിക്കാറുണ്ടോ? ഒരുപക്ഷെ ആദ്യത്തെ ഡൈവേഴ്സ് ആയിരിക്കും അങ്ങനത്തെ. ഡൈവേഴ്സ് ആയിട്ടില്ല, നോട്ടീസേ കൊടുത്തുള്ളൂ. ഭഗവാൻ തൻ്റെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് ദേവിയുടെ മുന്നിൽ അവതരിപ്പിക്കുക. എന്തൊക്കെയാണ് ന്യൂനതകൾ? പറയണു, ദേവി നിറം കൊണ്ട് ഒറ്റും പറ്റില്ലേ. നമ്മൾ ദേവിയും കൃഷ്ണനും തമ്മിൽ നിറങ്ങളുടെ ഒരു ചേർച്ച ഇല്ല എന്നാണ് കൃഷ്ണൻ പറയണത്. ദേവിയുടെ നിറം നല്ല കറുപ്പും ആണോ? അല്ല. ദേവിയുടെ നിറം നല്ല വെളുത്ത നിറവും, കൃഷ്ണൻ നല്ല കാർമ്മിക വർണ്ണനാണ്. ദേവി അത് യോജിക്കും ദേവിക്ക് തോന്നുന്നുണ്ടോ? ആ ശിശുപാലനാണെങ്കിൽ സുന്ദരനാണ് എന്നൊക്കെ ഭഗവാൻ വെറുതെ ഒരു പ്രകോപിപ്പിക്കൽ. ഇനി രണ്ടാമത്തത്, ദേവി ഞങ്ങളൊക്കെ ഭീരുക്കളാണ് ദേവി. മധുരയിൽ നിന്ന് ആ ജരാസന്ധൻ കാരണം ദ്വാരകയിലേക്ക് ഓടിപ്പോയവരാ ഞങ്ങൾ. ദേവിയുടെ വീട്ടുകാര് ധീരന്മാരാണ്. ഭീരുക്കളും ധീരന്മാരും തമ്മിൽ യോജിക്കുമോ? ഇല്ല. അതുകൊണ്ട് ദേവി നമ്മൾ തമ്മിൽ ചേരും തോന്നില്ല. പിന്നെ ഭഗവാൻ പറയണു, ഞങ്ങൾ ശാപം കിട്ടിയ കുലമാണ്. അതിൻ്റെ ഒരു കഥ നിങ്ങൾ യയാതി ചരിതത്തിലേക്ക് കാണുന്നു. ഭാഗവതത്തിൽ 9-ാം സ്കന്ധത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ യയാതി ചരിതം പറയുമ്പോൾ അവിടെ യയാതി എന്ന് പറയുന്ന രാജാവിൻ്റെ 2 ഭാര്യമാരിൽ ഒന്ന് ദേവയാനിയും ശർമ്മിഷ്ഠയുടെയും കഥ പറയും. ദേവയാനി ശുക്രാചാര്യരുടെ മകളാണ്. ശർമ്മിഷ്ഠയെ തോഴിയായിട്ട് കൊണ്ടുപോയി. രാജാവിന് തോഴിയിലും മക്കളുണ്ടായി, ഭാര്യയിലും മക്കളുണ്ടായി. ഭാര്യയിൽ 2 എണ്ണം, തോഴിയിൽ 3 എണ്ണം. പിന്നെ ഭാര്യ തൊഴിക്കാതിരിക്കുമോ? ഭാര്യ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ശാപം വാങ്ങിച്ചു കൊടുത്തു. ജരാനര ബാധിക്കട്ടെ, കയ്യും കാലും പിടിച്ച് എനിക്ക് ജരാനരയിൽ നിന്ന് മോചനം തരണമെന്ന് പറഞ്ഞു മക്കളോട് യാചിക്കാൻ. മൂത്ത മകനായി യദുവിനോട് യാചിച്ചപ്പോൾ കൊടുത്തില്ല. അങ്ങനെ യദുവിനെ ശപിച്ചു, നിന്റെ വംശം രാജചിഹ്നങ്ങളും അധികാരങ്ങളും ഇല്ലാത്ത വംശമാവട്ടെ. അങ്ങനെ യയാതിയാൽ ശപിക്കപ്പെട്ട യദുവിൻ്റെ വംശമാണ് കൃഷ്ണൻ്റെ യാദവ വംശം. ഞങ്ങൾ കുലം ശാപം കിട്ടിയവരാണ്.
ദേവിയുടെ കുലത്തിനാണെങ്കിൽ മഹിമയുണ്ട്. അതെങ്ങനെ യോജിക്കുക ദേവി? ദേവി, ഞങ്ങൾ ദരിദ്രരാണ്. കൃഷ്ണൻ പറയണു ദാരിദ്ര്യമുണ്ടെന്ന്. കൃഷ്ണൻ പറയണു ഞങ്ങൾ ദരിദ്രരാണ്, ഒന്നുമില്ല ദേവി. നിങ്ങളാണെങ്കിൽ സമ്പൽ സമൃദ്ധിയിൽ ആറാടുകയാണ്. നമ്മൾ തമ്മിൽ എങ്ങനെ യോജിക്കും ദേവി? അല്ലേ? ഭഗവാൻ തൻ്റെ കുറവുകളും ന്യൂനതകളും ഇങ്ങനെ ഒന്നിനൊന്നിനൊന്നൊന്നായി എടുത്തിട്ട് പറഞ്ഞു. പോരാത്തതിന് ദേവി ഇപ്പോഴാണെങ്കിൽ ഒന്നിലധികം വന്നതുകൊണ്ട് ദേവിക്ക് പഴയ അറ്റൻഷനും കിട്ടില്ല. ദേവി എക്സ്ക്ലൂസീവിൽ ഒരാൾ സ്നേഹിക്കാൻ ഉണ്ടെങ്കിലല്ലേ ദേവിക്ക് ഇഷ്ടം. ഇതിപ്പോൾ പലരിൽ ഒരാൾ എൻ്റെ ദേവിക്ക് ശരിയാ തോന്നുന്നുണ്ടോ? എന്നാൽ ഒരു കാര്യം പറയാം, ദേവി ഇപ്പോഴും ആ ശിശുപാലൻ അന്നത്തെ കല്യാണക്കത്തുകൊണ്ടാണ് അത്ര വീശ. അന്ന് ഫാനില്ല. ഒരു പ്രതീക്ഷയിലാണ് ആരിരിക്കുന്നത്? ശിശുപാലൻ ഇരിക്കുന്നത്. ശിശുപാലൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ട്, എന്തെങ്കിലും ദേവി വരൂ എന്നൊരു സംശയത്തിലായിരിക്കുന്നത്. കാത്തിരിക്കേണ്ട ദേവി, ഞാൻ കൊണ്ടുവിട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ തൻ്റെ കുറവുകളും ദേവിയുടെ മഹിമകളും പറഞ്ഞ് ലാസ്റ്റ് പറയണ അന്നത്തെ സാരി ചുറ്റിക്കോളൂ എന്ന്. ഏത് സാരി? കല്യാണത്തിൻ്റെ ആ വസ്ത്രം ഉടുത്തോളൂ, ഞാൻ കൊണ്ട് വിട്ടോളാം. എവിടെ ഡ്രോപ്പ് ചെയ്യൂ? ശിശുപാലൻ്റെ ഗേറ്റിൽ. ശിശുപാലൻ 2 കൈയും നീട്ടി കാത്തിരിക്കുകയാണ്, വരൂ പ്രാണസഖി പ്രിയസഖി എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് ദേവിക്കൊട്ടും വിഷമം വേണ്ട. ഞാനില്ലെങ്കിലും ആരുണ്ട്? ശിശുപാലനുണ്ട്. ഇതൊക്കെ പറഞ്ഞതും ദേവി അതാ തല ചുറ്റിയ ഒറ്റ വീഴ്ച. ഭഗവാൻ ഉടനെ തന്നെ ദേവിയുടെ തലയൊക്കെ എടുത്ത് തൻ്റെ മടിയിലൊക്കെ വെച്ച് കുറച്ച് വെള്ളമൊക്കെ ആ മുഖത്തൊക്കെ തളിച്ച് ദേവിയോട് പറഞ്ഞു, ഞാൻ സത്യത്തിൽ വെറുതെ ഒരു നോട്ടീസ് തന്നതാ. ഡൈവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. വെറുതെ ഒന്ന് പ്രകോപിപ്പിക്കുക, ദേവി ഒന്ന് ഇളക്കുക എന്നൊക്കെ പറയില്ലേ, ഒന്ന് ഇളക്കി നോക്കിയതാണെന്ന്. അപ്പം ഇത് കേട്ടപ്പോൾ ദേവിക്ക് അത്ര ഒരു ധൈര്യമില്ല കണ്ണു തുറക്കാൻ. ദേവി കണ്ണും തുറക്കണില്ല. സത്യത്തിൽ ഞാൻ ദേവി ഉപേക്ഷിക്കുമോ ദേവി എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ ഇങ്ങനെ ദേവിയുടെ മുഖത്തേക്ക് നോക്കും. ദേവി കണ്ണു തുറക്കണില്ല. കാരണം കണ്ണു തുറന്നാൽ കൊണ്ടുവിടുമെന്നൊരു പേടി. ദേവി മുറുക്കപ്പിടിച്ചു കണ്ണ്. അപ്പം ഭഗവാൻ തലയിലൊക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, ദേവിയെ ഞാൻ ഉപേക്ഷിക്കൂ ദേവി അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരാളാണോ? ഇത് കേട്ടപ്പോൾ അതിന് ദേവി കൊടുക്കുന്ന മറുപടിയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടുന്ന നല്ലൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു അഡ്വൈസായിട്ട്, ഒരു ഗൈഡൻസായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഭാഗവതത്തിൽ 60-ാം അധ്യായത്തിൽ ഈ കർഹിജിത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ ഈ ഒരു ഭാഗം വളരെയധികം എല്ലാവരും ഒന്ന് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംശയങ്ങളുടെയും അതുപോലെ തന്നെ അഹന്തയുടെയും എടുത്തുചാട്ടത്തിൻ്റെയും അതുപോലെ സ്വാർത്ഥതയുടെയൊക്കെ നെഗറ്റിവിറ്റി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഗൈഡൻസ് വളരെയധികം നല്ലൊരു പ്രയോജനം ചെയ്യും. 60-ാമത്തെ അധ്യായത്തിൽ രുക്മിണി ഉവാച എന്ന് പറയുന്ന 34-ാം ശ്ലോകം മുതൽക്കുള്ള ഭാഗങ്ങൾ, അതൊരു പ്രത്യേകം ശ്രദ്ധ വയ്ക്കേണ്ട ഭാഗമാണ്. നന്വേവമേതരവിന്ദവിലോചനാഹം യദ്വൈ ഭവൻ ഭഗവതോ അസദൃശ്യേ വിപുംന കൊസ്യേ മഹിമ്യബിരതോ ഭഗവൻ ത്രതീശ ക്വാഹം ഗുണപ്രകൃതി അജ്ഞഗൃഹീതപാദം സത്യം പയാദിവ ഗുണേഭ്യ ഉരുക്രമന്ത ശ്വേതേ സമുദ്ര ഉപലംബനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയ ഗണൈകൃത വിഗ്രഹസ്തും ത്വൽസേവകൈ നൃപപദം വിദുതം തമുന്തം ത്വൽപാദപത്മമകരന്ദജുഷാം മുനീനം വർമാസ്ഫുടം നൃപശുഭിന്നനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമന്തവേഹിതമതോ അനുയേ ഭവന്തം നിഷ്കിഞ്ചനോനനുഭവന്ന യതോസ്തി കിഞ്ചിൽ
യസ്മൈ ബലിം ബലിഭുജോ വിഹരന്ത്യജാദ്യം നത്വാ വിദന്ത്യ സുതുമോന്തകമാഢ്യതാന്ത പ്രേഷ്ടോ ഭവൻ ബലിഭുജാമഭിതേപി തുഭ്യം ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ചയാ സുമതയോ വിസദന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവത സമാജ പുംസസ്ത്രീയാ ശരഥയോ സുഖദുഃഖിനൊന്ന. സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് 2 ശ്ലോകം കൂടി വായിക്കും. ത്വക്ശ്വശ്മുരോമനകേശഭിനന്ദമന്ധർ മാസാം സിരക്തർഗമിൾ കപപിത്തവാദം ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢാം യാദൈ പദാബ്ജമകരന്ത മജിക്രതി സ്ത്രീ ഹസ്തംബുജാക്ഷ മമ തേ ചരണാനുരാഗ ആത്മൻരതസ്യ മയി ചാനതിരിക്തദൃഷ്ടേ യർഹ്യസ്യ വിദ്ധയ ഉപാത്തരജ്യോതിമത്രോ മാമീക്ഷസേ തതുഹന പരമാനുകമ്പ. ഈ ശ്ലോകങ്ങളൊക്കെ ഭാഗവതത്തിൽ രുക്മിണീ ദേവി പറയുന്ന മനോഹരമായ ഭാഗങ്ങൾ. ഇവിടെ ദേവി പറയുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ചില അടിസ്ഥാന സത്യം, അണ്ടർലൈൻ ചെയ്യുന്ന സത്യങ്ങളെ ദേവി ഫാക്റ്റ് പറയാണ്. റിയൽ ഫാക്റ്റിനെയാണ് ദേവി പറയുന്നത്. ഇതാണ് നമ്മുടെ ജനറേഷൻ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ കുട്ടികളുടെ കല്യാണം നടത്തുമ്പോഴൊക്കെ പൊതുവേ നോക്കുന്നത് ജാതി നോക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇറക്കർ നോക്കും, അതുപോലെ അവരുടെ ഫാമിലി കുറേ നോക്കും. നിങ്ങൾ ഇതൊക്കെ നോക്കുമ്പോഴും ഒരു ബേസിക് ഘടകം നമ്മളൊക്കെ ഇഗ്നോർ ചെയ്യുന്നത് ക്യാരക്ടറാണ്, സ്വഭാവം. അത് കണ്ടുപിടിക്കാനും പറ്റില്ല. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന് നമ്മൾ പണ്ടത്തേതിനേക്കാളും ഒരു സെൽഫിഷ് ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ സുഖം, എൻ്റെ സ്പേസ്, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ എല്ലാം എൻ്റെ ഇതിലേക്ക് വരുമ്പോൾ മറ്റൊരാളെ എൻ്റെ സുഖത്തിനോടോ സൗകര്യത്തിനോടോ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളായി. എഡ്യൂക്കേഷൻ അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, ഫിനാൻസും പ്രശ്നം ഉണ്ടാക്കും ചിലർ. കാരണം ഒരുപാട് ദൂർത്തടിക്കുന്നവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. ചിലവരാണെങ്കിൽ ഭയങ്കര ഒരുപാട് ലേസി ആയിട്ട് മാറുന്നവർ, ഒരു ഉത്തരവാദിത്വം കാണിക്കാത്തവർ. ഇങ്ങനെ പലതുകൊണ്ടും ജീവിതം പണ്ടത്തേതിനേക്കാളും ഇന്ന് അൺസ്റ്റഡിയാണ്. ഗുരുവായൂരമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തിയതുകൊണ്ടും ഗുരുവായൂരപ്പന് സ്വഭാവം മാറ്റിത്തരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പന് ഒരാളുടെ സ്വഭാവം മാറ്റിത്തരാൻ പറ്റുമോ? പിന്നെ ലോകം എങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ദേവി പറയുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ദേവി പറയുന്നു, നന്വേവ ഏതദരവിന്ദ വിലോചനാഹ യദ്വൈ ഭവൻ ഭഗവതോ അസദൃശ്യീ വിഭുംന. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസദൃശ്യീ, ഭഗവാനെ ഈ ലോകം അസദൃശ്യമാണ്, യു കാൺ കമ്പയർ എന്നാണ്. ഒരിക്കലും നിങ്ങൾക്ക് കമ്പാരിസൺ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓരോന്നും യുണീക്കാണ്, ഓരോന്നും വ്യത്യസ്തമാണ്. ഓരോന്നും നമ്മുടെ തം പ്രിൻ്റ് തന്നെ നോക്കിയാൽ അറിയാലോ. ഓരോരുത്തരുടെയും തം പ്രിൻ്റ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പം പിന്നെ സ്വഭാവവും ഓരോരുത്തരുടേതും മറ്റൊരാളുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2 കുട്ടികളുടെയും സ്വഭാവം ഒരുപോലെയാണോ? ഈവൻ ട്വിൻസിൻ്റെ ഇടയിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം സ്വഭാവത്തിൽ, ചെറുതല്ല, വലുതാവും തോറും വലിയ വ്യത്യാസം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ആരും ഇവിടെ സദൃശ്യരല്ല, ആരും ഇവിടെ ഒരു യൂണിഫൈഡ് ഫോമിലല്ല. അപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ കൊണ്ട് താരതമ്യം ചെയ്താലും ഏതൊക്കെ നോക്കിയാലും സ്വഭാവം കൊണ്ട് എല്ലാവരും ഒരുപോലെ ഉറക്കെ പറയൂ, ആക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, അല്ലേ? ഇതാണ് ദേവി ആദ്യം പറയണത്. എല്ലാവരും മറ്റുള്ളവരിൽ നിന്നും പറയൂ വ്യത്യസ്തരാണ്. പിന്നെ വളർന്നു വരുന്ന സാഹചര്യം, അതുപോലെ ചുറ്റുപാട് എന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകെട്ടുകളൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്നിട്ട് ദേവി പറയണോ,
ഈ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരില്ലേ? അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരില്ലേ? വേണോ? ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളും വിട്ടുവീഴ്ചകളും പലപ്പോഴും കൂടുതലും സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരിക്കും. ആണുങ്ങളുടെ ഭാഗത്ത് അതത്ര അങ്ങോട്ട് ഉണ്ടാവില്ല. കാരണം അവരങ്ങനെ ഒരു അമ്മമാർ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് അവർ സെൽഫിഷായിട്ട് വളർന്നു പോകും. കാര്യം ഒരുക്കിക്കൊടുത്ത് അവരങ്ങനെ സുഖം കണ്ടെത്തി ഭാര്യ അവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ആളായി മാറുമ്പോൾ ഇന്ന് ആണിനെ പോലെ തുല്യം ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക്, ആണിൻ്റെ അതേ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അവിടെ പ്രശ്നങ്ങൾ വന്നു. ഞാനും നിങ്ങളെപ്പോലെ പണിയെടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ചോദിക്കുമ്പോൾ ഈഗോ ഹർട്ടായി. മനസ്സിലാവുണ്ടോ? ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനസ്സിനെ മറ്റൊരു മനസ്സിനോട് ചേർത്ത് കൊണ്ടുവരാൻ അതിനേതിലൂടെയാണ് സാധിക്കുക എന്നാണെങ്കിൽ അതിന് സാധിക്കുന്ന ഒരേ ഒരു മരുന്ന് ഭക്തി മാത്രമാണ്. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തതും. അപ്പോൾ ഭക്തി കൊണ്ട് മാത്രമേ മനുഷ്യ ജീവിതത്തിൽ വിനയവും വിവേകവും ഉറക്കെ പറയൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നോക്കൂ, ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും അഹങ്കാരം ക്യൂ നിൽക്കേണ്ടതായി വന്നാൽ ക്യൂ നിൽക്കണം, അല്ലേ? ഇനിയിപ്പോൾ VVIP തന്നാൽ തന്നെ അകത്ത് എന്തെങ്കിലും ശുദ്ധിയുടെ പ്രശ്നം വന്നാൽ കയറാൻ പറ്റില്ല. അവിടെ അത് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അകത്ത് കയറാൻ പറ്റുള്ളൂ. ആണോ അല്ലേ? അങ്ങനെയല്ലേ ഇവിടുത്തെ സിസ്റ്റങ്ങൾ? ആണോ? ഇതേപോലെ നട അടച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് തുറക്കണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ചകൾ ഉണ്ടാവണമെങ്കിൽ അതിനാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടുന്ന ഫ്രെയിമാണ്, ഒരു ഗൈഡൻസാണ് പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നോക്കാം, ഡൈവേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാവുക തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ദർ ഇസ് നോ ചാൻസ് ഫോർ ദാറ്റ്. ഇത് നിങ്ങൾ കാഴ്ചപ്പാട് കുട്ടികൾക്ക് കൊടുക്കണം. അതിലൊന്നാമത്തതാണ് പ്രേമം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ പ്രേമം എന്ന് പറയുന്നത്? ഞാൻ വളരെ ആത്മാർത്ഥമായി പറയണേ, നിങ്ങൾ കുട്ടികളെ വഴിതെറ്റിക്കരുത്. അവരെ ഗീതയിൽ 3-ാം അധ്യായം എടുക്കുക നിങ്ങൾ. അവിടെ കൃഷ്ണൻ പറയും, ബുദ്ധിഭേദം ജനയേത്, ഡോണ്ട് മിസ്ഗൈഡ്. ഈ തൊഴിപ്പിച്ച് പോകുന്നൊക്കെ വഴിതെറ്റിക്കലാണ്. നിങ്ങൾ അമ്പലത്തിൽ കുട്ടികളെ തൊഴിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഒരു വഴിതെറ്റിക്കലാണ്. ഉള്ളത് തുറന്നു പറയാണ്. കൃഷ്ണൻ പറഞ്ഞതല്ല നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ജസ്റ്റ് തൊഴുതു പോകുന്നതല്ല ഭക്തി. അത് നിങ്ങളെ കുട്ടികളെ വഴിതെറ്റിക്കുക തന്നെയാണ്, അതിൽ സംശയം വേണ്ട നിങ്ങൾക്ക്. അതാണ് ഭാഗവതത്തിൽ നമ്മൾ കണ്ടു ആ ശ്ലോകങ്ങളൊക്കെ. ഞാൻ ഇന്നും ആവർത്തിക്കും അതൊക്കെ. വെറും തൊഴുതു പോകുന്നവൻ കഴുതയാണെന്നുള്ള വരികളൊക്കെ ഭാഗവതത്തിൽ എഴുതി വെച്ചുകൊണ്ടതാണ്. ആ വരികളൊക്കെ നമുക്ക് പിന്നീട് കാണാം. വീണ്ടും ഞാൻ കാണിച്ചു തന്നു ഇന്നലെ. അതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖ്യനാം ജോഷയേ. എത്രാമത്തെ ശ്ലോകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23-ാം അധ്യായത്തിൽ എനിക്ക് ഓർമ്മയില്ല, കൃത്യമായിട്ടുള്ളൊരു ഓർമ്മയില്ല എനിക്ക്. ബുദ്ധിഭേദം ജനയേത് ഇരുപത്തിയാറാമത് ശ്ലോകം, 26th ശ്ലോകം. ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖ്യനം ജോഷയത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ബുദ്ധിഭേദം ജനയേത്. ബുദ്ധിഭേദം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിക്ക് ഭേദമുണ്ടായെന്ന് വെച്ചാൽ നിങ്ങളൊരു അന്ധത കുട്ടികളെ പഠിപ്പിക്കരുത്. എന്താണ് അന്ധത? ദൈവം വിചാരിച്ചാൽ നമ്മളെ നേരെയാക്കാം എന്നൊരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കണ്ട. മനസ്സിലായില്ലേ? ദൈവം വിചാരിച്ചാൽ ഒരാളെയും നേരെയാക്കാൻ അവർക്ക് പറയൂ സാധ്യമല്ല.
അപ്പം പിന്നെ എന്താ ചെയ്യാനുള്ളത്? അവനവരെ നേരെയാക്കാൻ പ്രയത്നം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പ്രേമം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പ്രേമം എന്ന് പറഞ്ഞാൽ? പ്രേമം എന്നാൽ അനുഷ്ഠാനങ്ങളുടെ ആവർത്തനമാണ് പ്രേമം. എന്താണ്? അനുഷ്ഠാനങ്ങളുടെ ആവർത്തനത്തെയാണ് എന്ത് വിളിക്കുക? പ്രേമം. അതിനാണ് കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഇത് കമ്പൽസറി അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കൂ, രാവിലെ എണീറ്റു, കുളി കഴിഞ്ഞു, പെൺകുട്ടികളാണെങ്കിൽ പൂജാമുറിയിലൊരു വിളക്ക് വെച്ചു, വിഷ്ണു സഹസ്രനാമം ചൊല്ലി, തീർച്ചയായിട്ടും ആ കുട്ടി ഉണ്ടാക്കുന്ന ഒരു എനർജി ഫീൽഡ്, കാരണം ഇത് ഫിസിക്സ് ആണ്. സൗണ്ട് ഇസ് എൻ എനർജി, സൗണ്ട് ഹാസ് എൻ അട്രാക്ഷൻ. സൗണ്ടിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കണ്ടിന്യൂസ്ലി നിങ്ങളെ ചീത്ത പറഞ്ഞാൽ അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നിങ്ങളുടെ ഒരു എനർജി ലെവൽ കുറയ്ക്കും. ഉണ്ടോ? നമ്മളെ ഇൻസൾട്ട് ചെയ്യണം, കണ്ടിന്യൂസ്ലി നമ്മളൊരാളെ ഇൻസൾട്ട് ചെയ്താൽ അത് നമ്മുടെ എനർജി ലെവൽ കുറയ്ക്കുമോ? കുറയ്ക്കുമോ ഇല്ലയോ? കുറയ്ക്കും. നമുക്കത് വേദന ഉണ്ടാക്കുമോ? ഉണ്ടാക്കുമില്ലയോ? അപ്പോൾ ഒരു നെഗറ്റീവ് ശബ്ദത്തിന് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മന്ത്രങ്ങൾക്കും സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. അത് പക്ഷെ ആരും വില വയ്ക്കുന്നില്ല. ഇപ്പം രാവിലെ എണീറ്റ് വിഷ്ണു സഹസ്രനാമം ചൊല്ലി ശീലിക്കുമ്പോൾ ആ പെൺകുട്ടിയിലുള്ളൊരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും ഒരു ഭർത്താവിനെ അവളിലേക്ക് കൂടുതൽ ആകർഷിക്കും. ഇന്നുണ്ടല്ലോ, തന്നിലെ ദൈവീകതയിലേക്ക് ആകർഷിക്കുന്നതിന് പകരം മേക്കപ്പിലേക്ക് ആകർഷിപ്പിക്കാനാണ് പെൺകുട്ടികൾ കൂടുതൽ ഓടി നടക്കുന്നത്. നിങ്ങളിനി എത്ര ബ്യൂട്ടി ക്രീം തേച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്ത് സാധനം വാരി തേച്ചിട്ടാണ് വെളുപ്പിക്കാൻ പോണത്. ഈ ഒരു സാധനമുണ്ട്, ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞൊരു സാധനം. ഈ സാധനത്തിൻ്റെ MD എന്ന് നിങ്ങൾ നോക്കൂ, ആന്ധ്രക്കാരനാണ്. അയാളെ കറുത്തിട്ട് ഉണങ്ങിയിട്ടുള്ളൊരു മനുഷ്യൻ. എന്നാൽ ഇത് തേച്ച് വെളുക്കുകയാണെങ്കിൽ ആദ്യം അയാളല്ലേ വെളുക്കേണ്ടത്? ആണോ അല്ലയോ? സത്യം പറയാണ്, നുണ പറയല്ല. അല്ലേ? ഇത് തേച്ചിട്ട് വെളുക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ആദ്യം തേക്കണം. ഇതൊരു സ്ത്രീ ചെന്നൊരു വൈദ്യരുടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കോസ്മെറ്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തോ വാങ്ങിച്ചിട്ട് ചോദിച്ചു, ഇത് തേച്ചാൽ വെളുക്കുമെന്ന്. എന്തോ ഒരു മരുന്ന്. കുറേ കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു വെളുക്കുന്ന്. പറഞ്ഞു എപ്പോൾ വെളുക്കുന്ന്? നേരം വെളുക്കുമ്പോൾ ഒന്ന്. അല്ലാതെ ഇത് എപ്പോഴാണ് വെളുക്കാൻ പോണത്? എപ്പോഴാണ് വെളുക്കാൻ പോണത് നിങ്ങൾ പറയൂ. ഈ തരത്തിൽ കുറേ പണം ഇന്ന് ബ്യൂട്ടി പാർലർ വാരി വലിച്ചെറിയുന്ന കുട്ടികൾ നമുക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതൊരു ഭ്രാന്ത് പോലെ. പക്ഷെ അവരറിയുന്നില്ല, ശരീരത്തിൻ്റെ സൗന്ദര്യം അല്ല, ദൈവീകമായൊരു ചൈതന്യമുണ്ട്, അത് നാമം കൊണ്ട്. അതിന് വേണ്ടുന്ന കോസ്മെറ്റിക്കാണ്, അതിന് വേണ്ടുന്ന ക്രീമാണ്, അതിന് വേണ്ടുന്ന ഏറ്റവും നല്ല ക്രീമാണ് നാമസങ്കീർത്തനം. ഈ ഡോസ് ഡെയിലി എടുത്തു കഴിഞ്ഞാൽ ദൈവീകമായ ഒരു ശക്തി കൂടി വരുമ്പോൾ ആ ആകർഷണം മറ്റൊരാളിൽ ബഹുമാനമുണ്ടാക്കും. ഒരു ഭർത്താവിന് ഭാര്യയോട് എന്തു തോന്നണം? ഒരു ബഹുമാനമുണ്ടാവണം. നിങ്ങൾക്ക് കാണാം, അത് മഹാഭാരതത്തിൽ പാണ്ഡവന്മാർക്ക് പാഞ്ചാലിയോട് ശരിക്കൊരു ബഹുമാനമായിരുന്നു. കാരണം അത്രയും ഒരു ഉപാസനയുടെ ശക്തി, അനുഷ്ഠാനത്തിൻ്റെ ശക്തി ഉള്ള ഒരു ഭാഗ്യം ചെയ്ത സുഹൃതിയായിരുന്നു ആര്? പാഞ്ചാലി. അതുകൊണ്ടാണ് പാഞ്ചാലിയൊക്കെ അത്ര ബഹുമാനത്തോടെയാണ് പാണ്ഡവർ കണ്ടത്. സാക്ഷാൽ കൃഷ്ണൻ പോലും പാഞ്ചാലിയെ അത്ര ബഹുമാനിച്ചിരുന്നു. ഉപാസനയുടെ ശക്തി. ദുശാസനൻ പാഞ്ചാലിയുടെ മുടിയും വലിച്ചഴച്ച് വസ്ത്രം ആ ഒരു അപമാനിക്കുന്ന രംഗം കേട്ടിട്ടുണ്ടല്ലോ. അന്ന് പാഞ്ചാലിയുടെ മുടി കെട്ടഴിഞ്ഞത് പാഞ്ചാലി കെട്ടിയിട്ടില്ല. ഒരൊറ്റ വാശിയായിരുന്നു, ദുശാസനൻ്റെ രക്തം കൊണ്ടേ ആ മുടി കെട്ടുള്ളൂ എന്ന്. നോക്കൂ നിങ്ങൾ, ആ ഒരൊറ്റ വാശി, അത് സാധിക്കും എന്നത്
അത്ര ഉറപ്പായിരുന്നു. ആർക്ക് മഹാഭാരത യുദ്ധത്തിൻ്റെ ദൂത് പറയാൻ കൃഷ്ണൻ പോകുന്ന രംഗം, യുദ്ധം എങ്ങനെങ്കിലും ഒഴിവാക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ദൂതിന് പോകാൻ നിൽക്കുന്ന സമയത്ത്, കൃഷ്ണൻ രഥത്തിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് പാഞ്ചാലി ഓർമ്മിപ്പിക്കുന്നുണ്ട്, കൃഷ്ണ അവിടുന്ന് ദൂതിന് പോവുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ അഴിഞ്ഞു കിടക്കുന്ന മുടി ഓർത്തുകൊണ്ട് ദൂത് ചെയ്തോളൂ. ഒരു കൽപ്പന പോലെയാണത്. ഭഗവാൻ പുഞ്ചിരിച്ച് തൊഴുതുപോയി. ഇത് പറയാൻ പാഞ്ചാലിക്ക് കരുത്ത് കൊടുത്തത് പാഞ്ചാലിയുടെ അനുഷ്ഠാനമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അത്ര ഒരു ബഹുമാനമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്. ഭഗവാൻ പാഞ്ചാലിയെ ഒരു ബഹുമാനിക്കുന്ന പല രംഗങ്ങളുണ്ട്. ഭാഗവതത്തിൽ ആദ്യം തന്നെ ഭഗവാൻ പാഞ്ചാലിയെ ആ ഒരു അഭിനന്ദിക്കുന്ന രംഗമുണ്ട്. തൻ്റെ 5 മക്കൾ മരിച്ച് പാഞ്ചാലി അതിന് കാരണക്കാരനായ അശ്വത്ഥാമാവിനെ കൊല്ലാൻ വേണ്ടി അർജുനൻ പ്രതിജ്ഞ ചെയ്തപ്പോൾ ഭഗവാൻ പറയും, പാഞ്ചാലി പറഞ്ഞതും ചെയ്തോളൂ എന്നാണ്. പാഞ്ചാലി പറഞ്ഞ കാര്യം ചെയ്യൂ എന്നാണ്. പാഞ്ചാലി പറയുന്നത് കൊല്ലരുതെന്നാണ്. കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മ തളരും. ഇവൻ്റെ അമ്മയെ തളരാൻ ഞാൻ അനുവദിക്കില്ല എന്ന്. ഇത് പറയാനുള്ള ഒരു മനോബലമുള്ള കരുത്തുള്ള സ്ത്രീ ആയിരുന്നു ആര്? പാഞ്ചാലി. അതെവിടുന്നാണ് കിട്ടിയത്? അനുഷ്ഠാനത്തിൻ്റെ ആവർത്തനം. എന്താണ് ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഇല്ലാതെ പോയത്? ഏതാണ്? ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് കല്യാണം കഴിക്കുന്നതിലല്ല, ഗുരുവായൂരപ്പൻ പറഞ്ഞ നാമം കൃത്യമായി അനുഷ്ഠിച്ച് ആവർത്തിക്കുന്നതിലായിരിക്കണം അവരുടെ ശക്തി കണ്ടെത്തേണ്ടത്. അതിലേക്കാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് 2 കാര്യങ്ങൾ പറയുകയാണ്. നാമം അറിയാത്ത ഒരു കുട്ടി പോലും നമ്മുടെ വീടുകളിൽ പറയൂ ഉണ്ടാവരുത്. അത് അച്ഛനമ്മമാർ ഉറപ്പ് വരുത്തണം. കാരണം നാമത്തിൻ്റെ ആവർത്തനത്തിലാണ് ആകർഷണവും ശക്തിയും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് കൂടുതൽ അനുഷ്ഠിക്കുന്നത്. കാരണം പെൺകുട്ടികളിലാണ് ആ ആകർഷണത്തിൻ്റെ ശക്തി പ്രകൃതി കൂടുതൽ വച്ചിരിക്കുന്നത്. ഒരമ്മയിലെ സ്നേഹം, അമ്മയിലെ വാത്സല്യം, അല്ലേ? അതിനൊരു ശക്തിയില്ലേ? അതല്ലേ മക്കൾ ആകർഷിക്കുന്നത് അമ്മയിലേക്ക്? ആണോ? പറയൂ. ഇതുപോലെ ഒരു പെൺകുട്ടിയിലുള്ള സ്നേഹം, ഇഷ്ടം, കരുതൽ, അതല്ലേ ഒരു ഭർത്താവ് ആകർഷിക്കുന്നത്? ആണോ അല്ലയോ? പക്ഷെ അതൊക്കെ ഇന്ന് മാറി അത് ശരീരത്തിൻ്റെ ഒരു കോസ്മെറ്റിക് വേൾഡിൽ, ഒരു കൺസ്യൂമർ വേൾഡിലേക്ക് നമ്മളിന്ന് കുറച്ച് അതായത് സ്ത്രീ എന്നത് ഒരു പ്രൊഡക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ എനിക്കിഷ്ടമല്ലാത്ത കൺസ്യൂമർ പ്രൊഡക്റ്റ്, അതെൻ്റെ ടേസ്റ്റിന് പറ്റാത്തൊരു സാധനമാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രൊഡക്റ്റാണ് വാങ്ങിച്ചതെങ്കിൽ എന്തു ചെയ്യും? അത് കളയും. ഇന്ന് അതുപോലെ കളയേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായി സ്ത്രീകൾ അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തൊഴിയിപ്പിച്ച് കൊണ്ടുപോയി നശിപ്പിച്ചതാണ്. നിങ്ങൾ തളം തെറ്റിച്ചാണ്. നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി. അതുകൊണ്ട് ഈ തൊഴിയിപ്പിച്ച് പോകുന്നതല്ല വേണ്ടത്. എന്താ വേണ്ടത്? നാമം ജപിപ്പിക്കുന്ന സംസ്കാരം ഉണ്ടാവണം. ഞാൻ പറഞ്ഞു, രാവിലെയും ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ എന്ത് ചൊല്ലണം? നിങ്ങളുടെ കേൾക്കണില്ല എനിക്ക്. ഒന്നുകൂടി ഉറക്കെ പറയൂ. ഇത് അനുസരിച്ചിട്ട് തന്നെയാണല്ലോ പറയണത്, അല്ലേ? ഇതിപ്പോൾ തത്തമ്മയും പൂച്ച വെറുതെ അടിച്ചു വിടുകയല്ലേ? അത് ശീലിപ്പിക്കണം. നമ്മൾ ചൊല്ലി അത് ശീലിക്കണം. ഇതാണ് നമുക്ക് സ്വത്ത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതെന്ന് എപ്പോഴും ഓർത്തോണം. കാരണം ഇതിലാണ് ആകർഷണവും ദൈവീകമായ ആകർഷണവും, ഇതിലാണ് ദൈവീകമായ ആത്മബലവും, ഇതിലാണ് ദൈവീകമായ ആത്മസംതൃപ്തിയും മനുഷ്യന് കണ്ടെത്താൻ സാധിക്കുക. അങ്ങനെയുള്ളൊരു കുടുംബജീവിതം ഒരിക്കലും തകരുകയില്ല. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് പ്രേമം, ഒന്നാമത്തെ വാക്ക് ഏതാണ്? ആരോടാണ് പ്രേമം? ആരോടാ പ്രേമം?
വാട്സാപ്പിലാണോ പ്രേമം? ഫേസ്ബുക്കിലാണോ പ്രേമം? ഓൺലൈനാണോ പ്രേമം? ആണോ? അല്ല. ഈ പ്രേമം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആവർത്തനം, അനുഷ്ഠാനത്തിലുള്ള ആവർത്തനം. ഒന്ന്. രണ്ടാമത്തതാണ് മൈത്രി എന്ന് പറയുന്നത്. മൈത്രി എന്ന് പറഞ്ഞാൽ മിത്രം. മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. ഒരു സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. മറ്റൊരാൾക്ക് പ്രചോദനം കൊടുക്കുക. ഫ്രണ്ട്സ് എപ്പോഴും എന്ത് ചെയ്യും? ഒരു പ്രോത്സാഹനം കൊടുക്കലാണ് സുഹൃത്തുക്കളുടെ ജോലി. ആണോ? ആണോ അല്ലയോ? നല്ലതിലെല്ലാം പ്രോത്സാഹനവും തന്നെ കൊണ്ട് കഴിയുന്ന സേവനങ്ങളും സഹായങ്ങളും, തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള എന്ത് വേണം? സഹായം. ഈ സഹായം ചെയ്യുന്നതാണ്, ശ്രദ്ധിക്കുക, സഹായങ്ങൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളാണ് നമുക്കും സഹായം എത്തിച്ചു തരുന്നത്. നല്ലത് ചെയ്യുമ്പോൾ തനിക്കും നല്ലത് കിട്ടും. കാരണം കർമ്മത്തിൻ്റെ ഒരു സിദ്ധാന്തം ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കർമ്മം ചക്രമാണ്. ചക്രമാണ് കർമ്മം, ചക്രമാണ്. എന്താ കർമ്മചക്രം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് തിരിച്ചു വന്നേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം നല്ല സഹായം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരിലും നിന്ന് എന്ത് കിട്ടും? സഹായം. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. ഒരു വീട്ടിലെ ഉത്തരവാദിത്വം ഇല്ല. ഇന്ന് പലപ്പോഴും ഡൈവേഴ്സ് കേസിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നം എന്താ അറിയോ? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പയ്യന്മാരാവണം. അവരെല്ലാം മൊബൈലിലും അവനവൻ്റെ ലോകത്തിലും ഒതുങ്ങി നിൽക്കുന്നു. അപ്പോൾ പെൺകുട്ടികൾക്കതൊരു ഭാരമായി മാറും. ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളൂ, ഹിന്ദു മതത്തിൽ കല്യാണത്തിൻ്റെ തോത് വർഷം വർഷം കൂടി വരുന്തോറും കൂടുകയല്ല, പറയൂ, കുറഞ്ഞു വരും. കാരണം വേണ്ട ഒരു അലയൻസ് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? പല പെൺകുട്ടികൾക്കും ഇന്ന് കല്യാണം കഴിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. കാരണം ഇതൊരു ഭാരവും ബാധ്യതയുമായി മാറുകയാണ്. ആണോ അല്ലയോ? ഇതാരുണ്ടാക്കി വെച്ചു? ഇത് ആരുണ്ടാക്കി വെച്ചു? നിങ്ങളിവിടെ ഇരുന്ന് ഭാഗവതം കേട്ടാലും നിങ്ങൾക്ക് ചില യാഥാർത്ഥ്യങ്ങളെ മാറ്റിവെക്കാൻ പറ്റില്ല. ഇതാണ് അച്ഛനമ്മമാർക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ സത്യത്തിൽ ഒരറിവില്ല. അങ്ങനെ അങ്ങോട്ട് വളർത്തിയെന്നുള്ളൂ. പ്രസവിച്ചപ്പോൾ അങ്ങോട്ട് വളർന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. ഈ പശുവിനെയൊക്കെ വളർത്തുന്ന പോലെ അതിന് പിണ്ണാക്കും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തി, അത് വളർന്നു പോകുന്നു. ഇതുപോലെ രാവിലെ കട്ടൻ കാപ്പിയും കൊടുത്തു, പിന്നെ ട്യൂഷനും പറഞ്ഞയച്ചു, പിന്നെ ഇഡ്ഡലിയും ദോശയും പുട്ടും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് വളർന്നു പോകുന്നതാണ്. ആണോ? അതിനെങ്ങനെ വളർത്തണം എന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പം അതുകൊണ്ട് മൈത്രി എന്ന മൈത്രി എന്നാൽ മറ്റൊരാൾക്ക് തന്നാൽ കഴിയുന്ന ഒരു പ്രചോദനം കൊടുക്കാനും അതുപോലെ തന്നാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാനും സാധിക്കുമ്പോഴാണ് ശരിക്കൊരു മിത്രമായി തീരുക. ആ മിത്രഭാഗം വന്നാൽ അല്ലെങ്കിൽ മിത്രഭാവം വന്നാൽ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, ഗൈഡ് ചെയ്യാൻ തുടങ്ങിയാൽ, ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ, മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. ആണോ? ആണോ അല്ലയോ? നേരെ മറിച്ച് കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ, ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ, കാല് വാരാൻ തുടങ്ങിയാൽ അവിടെ ബന്ധങ്ങൾ ക്രമേണ പറയൂ അകന്നകന്നകന്നു പോകും. പലപ്പോഴും ഈ അകൽച്ചയാണ്, വീട്ടിലുണ്ടാകുന്ന അകൽച്ചയാണ് വേറെ ബന്ധങ്ങളിലേക്ക് വഴുതി വീഴാൻ കാരണമായി തീരുന്നത്. ആണോ അല്ലയോ? അതിൽ ആൺകുട്ടികൾക്ക് നല്ലൊരു ശതമാനം പറയൂ പങ്കുണ്ട്. ആൺകുട്ടികളാണ് ഈ വഴുതിരിക്കുന്നത്, അല്ല പെൺകുട്ടികൾ അങ്ങനെ വീണു പോകുന്നതല്ല. കാരണം വീട്ടിൽ നിന്നൊരു അപ്രിഷിയേഷൻ, വീട്ടിൽ നിന്നൊരു റെക്കഗ്നേഷൻ, വീട്ടിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിൽ, ആരിൽ നിന്നാണോ മോട്ടിവേഷൻ കിട്ടുന്നത്, ഒരു നല്ല വാക്ക് കേൾക്കുന്നത്, അവരിലേക്കൊരു പെൺകുട്ടി ചാഞ്ഞു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ? പറയൂ നിങ്ങൾ. അപ്പം ആൺകുട്ടികളെ പഠിപ്പിക്കണം. അത് കുറ്റം പറയാൻ അത് കുറേ അമ്മമാർ വളം വെച്ച് കൊടുത്ത് കളയും. കാരണം കുറേ അമ്മമാരിൽ സൈക്കിക് പ്രശ്നങ്ങളുണ്ട്, വട്ടിൻ്റെ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമാർ ഓവറായിട്ട് ആൺകുട്ടികളെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവ് അത്ര കൊള്ളരുതാത്തവനാവും ചിലപ്പം.
അപ്പോൾ പിന്നെ ഭർത്താവിനേക്കാൾ ഒരു സേഫ് എന്ന് പറയുന്നത് ആരായിരിക്കും? ആൺമക്കളായിരിക്കും. ഈ ആൺമക്കളിൽ ഇങ്ങനെ ഒട്ടി ആ മക്കളാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കും, അമ്മയെ നോക്കും. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അന്ന് ചൊറി വരാൻ തുടങ്ങും. എന്താ പ്രശ്നം? എൻ്റെ മകനെ ഇവള് മയക്കിയെടുത്ത് കളയോ എന്നൊരു പേടി. എന്നിൽ നിന്നും ഇവൾ എന്നെ, എൻ്റെ കുട്ടിയെ മാറ്റിയെടുത്ത് കളയോ എന്നുള്ളൊരു പേടി. ഞാൻ പറയുന്നത് നുണയാണോ സത്യമാണോ? ഈ മാനസിക പ്രശ്നമുള്ള സ്ത്രീകളുണ്ട്, മനസ്സിലായില്ലേ? ഈ സൈക്കിക് പ്രശ്നമുള്ള സ്ത്രീകളുണ്ട്. അപ്പം അവർ സ്വാഭാവികമായിട്ടും ആരുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങും? ആരുടെ കുറ്റങ്ങൾ? മകൻ്റെ കുറ്റോ? ഈ രോഗത്തിൻ്റെ പേരല്ലേ അമ്മായിയമ്മ പോരെന്ന് പണ്ടുണ്ടായിരുന്നില്ലേ ഇത്? അതല്ലേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും വീട്ടിൽ താമസിക്കാൻ തയ്യാറാവാത്തത്, മുതിർന്നവരുടെ കൂടെ താമസിക്കാൻ തയ്യാറുള്ളത്. മനസ്സിലായില്ലേ? കാരണം അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് കാരണം എന്താണ്? കുറേ സ്ത്രീകൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അപ്പം നിങ്ങളിനി എത്ര ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി തൊഴുതിട്ടും കാര്യമില്ല. സ്വഭാവം നേരെയാവാതെ എവിടെ പോയി തൊഴുതിട്ട് എന്ത് കാര്യം? മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പൻ ആ വിഗ്രഹത്തിലിരിക്കുന്നതുകൊണ്ട് നന്നായി. ജീവനോടുകൂടി ഇരിക്കാൻ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടാവും. ആരും നമ്മുടെ കയ്യിലിരിപ്പ് കാണുമ്പോൾ അല്ലേ? ശരിയല്ലത്. നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഭഗവാന് മനസ്സിലാവുന്നത് ഏത് ടൈപ്പ് ഓഫ് ആളാണെന്നുള്ളത്. ഇത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം ഓർക്കണം. നമ്മളിവിടെ വന്നത് ആരെയും വലിച്ച് താഴെ ഇടാനല്ല, കഴിയുന്നത്ര നമ്മളാൽ നല്ലത് പറയാനും നല്ലത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്ന ബന്ധത്തിൻ്റെ പേരാണ് എന്ത്? മൈത്രീ ബന്ധം. അത് നിങ്ങൾ പ്രത്യേകിച്ച് അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മരുമകളെ ഒരിക്കലും വലിച്ച് താഴെ ഇടരുത്. അവൾ ചവിട്ടിക്കൂട്ടി നിങ്ങളെ മൂലയിലിട്ടേക്കും. അതുകൊണ്ട് എപ്പോഴും മരുമകളുടെ ദോഷമല്ല പറയേണ്ടത്, പറയൂ, ഗുണം മാത്രമേ പറയാവൂ. അത് ഇന്ന് ഗുരുവായൂരിൽ നിങ്ങൾ പോകുമ്പോൾ തന്നെ പ്രതിജ്ഞ എടുത്തിട്ടേ പോവാം. ഞാനൊരിക്കലും എൻ്റെ മകളുടെയോ ആരുടെയോ ഒരു ദോഷം പറയില്ല. ഏതേ പറയുള്ളൂ. ഇതൊന്നും മിണ്ടാത്തത് നിങ്ങൾ. ഈ വിമൻസ് ക്ലബ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, എനിക്കറിയില്ല. അപ്പം അവിടെ ഒരു സ്ത്രീ കയറി ചെല്ലുന്ന സമയത്ത് ഒരാളെന്നോട് പറഞ്ഞാണ്, കയറി ചെല്ലുമ്പോൾ വേറൊരു സ്ത്രീ ഇങ്ങനെ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കൊള്ളരുതാത്ത മനുഷ്യൻ, റിട്ടയർ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല, വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ മൊബൈലും തോണ്ടി എങ്ങനെ ഫോണും നോക്കി, കണ്ടവർക്കൊക്കെ ഫോൺ ചെയ്ത് അതുപോലെ ടി വിയും കണ്ടിരിക്കുകയാണത് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ ഒരുപാട് കുറ്റങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് വേറൊരു സ്ത്രീ പറയാണ്, ഒട്ടും നിങ്ങൾ ഭർത്താവിൻ്റെ കുറ്റം പറയരുത്. അതിനാണ് നിങ്ങൾ നാരായണീയൊക്കെ പഠിക്കേണ്ടത്. ഞാൻ കണ്ടില്ലേ നാരായണീയം മുഴുവൻ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം പറയുമോ? ഞാനൊരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം പറയില്ല. പറയുമ്പോൾ എൻ്റെ വീട്ടിലൊരു കൊള്ളരുതാത്ത മനുഷ്യനുണ്ട്, എന്നാലും ഞാൻ കുറ്റം പറയില്ല. ഇതാണ് നാരായണീയത്തിൻ്റെ ഗുണം. അപ്പം ഈ രീതിയിൽ നാരായണീയം പഠിച്ചിട്ടുള്ള ഗുണം അത്. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ, ദോഷങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കരുത്. അതുകൊണ്ട് മരുമകളുടെ കുറ്റം ഒരിക്കലും ആരോട് പറയരുത്? മകനോട്. എന്ത് കണ്ടു കഴിഞ്ഞാലും അവൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തേ പറയാവൂ? പറയണം. എപ്പോഴും എന്തേ പറയാവൂ? നിൻ്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്, ദൈവീകതയുള്ളൊരു സ്ത്രീയാണ് എന്ന് മാത്രമേ പറയാവൂ. കൃഷ്ണൻ പറഞ്ഞൊരു വാക്കെപ്പോഴും ഓർക്കുക. കൃഷ്ണൻ പറയും, ഒരാളെ നമ്മൾ കാണുമ്പോൾ ഇത് പറയും. ഭാഗവതത്തിൽ എന്താണ് ഈ ഭാഗം വരുന്നത്? കൃഷ്ണനല്ല, വ്യാസഭഗവാൻ പറയുന്നതാണ്. ഇത് 7ാമത്തെ സ്കന്ധത്തിൽ പറയും. നിങ്ങളിൽ ആ പുസ്തകമില്ല, അതുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് പോകാൻ എനിക്ക് സമ്മതിക്കുന്നില്ല എൻ്റെ മനസ്സ്. അപ്പോൾ വേണ്ട, നിങ്ങൾ ആ ഒരു ശ്ലോകം വേണ്ട. നിങ്ങളെപ്പോഴും ഇത് ഓർത്താൽ മതി. ഒരാളുടെ കുറ്റം പറയണ സമയത്തൊക്കെ എപ്പോഴും നമ്മളോട് പറയുക, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഇത് ഞാൻ തന്നെ അനുഭവിക്കണം എന്ന് പറയുക. ഇന്ന് ഞാൻ ഇവളുടെ കുറ്റം പറഞ്ഞാൽ നാളെ ഇവൾ എന്നെ തോണ്ടി പറമ്പിൻ്റെ അപ്പുറത്തേക്ക് എത്തും, അല്ലെങ്കിൽ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇടും എന്ന ബോധമുള്ളവരായിത്തീരുക. അത്രയെങ്കിലും നിങ്ങളെ മനസ്സിൽ വെച്ചാൽ ഒരാളുടെ കുറ്റം പറയാൻ നമ്മുടെ നാവ് തയ്യാറാവില്ല. കാരണം ഇത് ഞാൻ നാളെ തിരിച്ചനുഭവിക്കേണ്ടി വരും എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ
വേണോ വേണ്ടയോ? എന്താ വേണ്ടാത്തത് നിങ്ങൾ? മനുഷ്യർക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീട് എങ്ങനെ ഉണ്ടാവും? ഇതിങ്ങനെ കൊണ്ട് നടന്നാൽ വീട് എങ്ങനെ ഉണ്ടാവും? നന്നാവൂ ഇല്ലയോ? എന്താ ഒന്നും വേണ്ടാത്തത് നിങ്ങൾ? നന്നാവൂ ഇല്ലയോ? നന്നാവില്ല. നിങ്ങൾ ആരുടെയും കുറ്റങ്ങൾ പറയുന്നില്ലെങ്കിൽ വീട് നന്നാവൂ ഇല്ലയോ? നന്നാവുമോ? നന്നാവും. ഇനി മൂന്നാമത്തതാണ് കൃപ. കൃപ അല്ലെങ്കിൽ ദയ എന്ന് പറയും. കൃപ എന്ന് പറഞ്ഞാൽ കരുണ. ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, നല്ലതിനൊരു പ്രേരണ കൊടുക്കുക. അതിനാണ് കരുണ എന്ന് പറയുന്നത്. പൊതുവെ സാമ്പത്തികമായി സഹായിക്കുന്നതും മറ്റും മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരാളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താനുള്ള ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഇതിനാണ് അമ്പലങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ മനസ്സിലാക്കണം, കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോകുന്നൊരു സംസ്കാരവും ജപിക്കുന്നൊരു സംസ്കാരവും ഇതൊക്കെ ഉണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് അമ്പലത്തിൽ പോകുന്നത് എങ്ങനെ അറിയില്ല. നമ്മളൊക്കെ തൊഴുതു പോകുന്നവരാ അമ്പലത്തിൽ, മനസ്സിലായി. ഒരു പക്ഷേ പാശ്ചാത്യര് കുറച്ചുകൂടി ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നവരാണ്. നമ്മളത്ര ഉൾക്കൊണ്ടുകൊണ്ടല്ല ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തത്. നമ്മളൊരു ചടങ്ങിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതൽ. മറ്റവർ കുറേയും കൂടി സാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇസ്കോൺ പ്രസ്ഥാനമൊക്കെ ഇത്ര ഡെവലപ്പ് ചെയ്തതിന് കാരണം വെസ്റ്റേൺ ആളുകൾ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി വെറുതെ കൃഷ്ണ കൃഷ്ണ പറയാനല്ല, ജപിച്ച് 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 മനസ്സിനെ പാകപ്പെടുത്തണമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എല്ലാവരും തുടങ്ങി. അവർ തുടങ്ങിയപ്പോൾ മനുഷ്യരെല്ലാവരും തുടങ്ങി. ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കരുണ. ഒരു രത്നാകരന് മര എന്നെങ്കിലും പറഞ്ഞു കൊടുത്ത കാരുണ്യമാണ് കരുണ, അല്ലേ? ശരിയല്ലത്? ഒരു രത്നാകരനിൽ അങ്ങനൊരു പ്രേരണ കൊടുക്കുമ്പോഴാണ് ഒരു രത്നാകരൻ പിന്നീട് വാത്മീകിയായി മാറുന്നത്. ഓരോ വ്യക്തിയിലും ഒരു വാത്മീകി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ പ്രേരണ കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും നല്ലതിനൊരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടും അവർ എവിടെ തന്നെയാണോ അവിടെ തന്നെ നിന്ന് പോവാണ്. ആ എവല്യൂഷൻ ട്രാൻസ്ഫോർമേഷൻ ആവുന്നില്ല. അതാ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നിൽക്കുകയാണ്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. ഒന്നാമത്തെ പടി തന്നെ നിന്നാൽ എവിടെ കാണാൻ പോകുന്നത്? അപ്പം 2ാമത്തെ പടിയിലേക്കും 3ാമത്തെ പടിയിലേക്കും കയറണമെങ്കിൽ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതിന് പ്രേരണ കൊടുക്കുക. അനുഷ്ഠിക്കുകയും വേണം, അനുഷ്ഠിപ്പിക്കുകയും വേണം, ആചരിക്കുകയും വേണം. ഉറക്കെ പറയൂ. ഇതാണ് അച്ഛനമ്മമാരുടെ ജോലി, മക്കളെ കൊണ്ട് ആചരിപ്പിക്കുക. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഹിന്ദുമതം അങ്ങനെ ഇങ്ങോട്ട് വളർന്നിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം കൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ആചരിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ആചരിച്ചാൽ മാത്രം പോരാ, എന്ത് വേണം? ആചരിപ്പിക്കുകയും വേണം. നിങ്ങൾ നോക്കൂ, ഗീതയിൽ 18ാം അധ്യായത്തിൽ കൃഷ്ണൻ ഇത് പറയും, അധ്യക്ഷതേ ചെയ്യുമം ധർമ്മം സംവാദം ആവയോ. ഹേ അർജുന, ഞാനും നീയും തമ്മിൽ നടത്തിയ ഈ സംവാദത്തെ ആരാണോ പഠിച്ച് മറ്റുള്ളവർക്ക് അധ്യക്ഷതയെ പഠിപ്പിക്കുന്നത്, ഇഷ്ടസ്യാൽമേ മതി എന്നാണ്. അവരെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇപ്പം നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഇത് സാധിക്കും. ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നു അതാണ്. ഒരു മഹത് വ്യക്തി, അദ്ദേഹം കുറേ അഷ്ടപതി പഠിക്കുന്നു, അദ്ദേഹം കുറേ ആളുകളെ പഠിപ്പിക്കുന്നു. അതിൽ നോക്കൂ, ഒരുപാട് പരിവർത്തനം മനസ്സുകൾക്കുണ്ടാവുകയാണ്. കാരണം ഏത് നല്ല കാര്യം ആളുകൾ ആചരിക്കുന്നുണ്ടോ അവർ ശ്രേഷ്ഠന്മാരാകും. ഒരു ശ്ലോകം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴും ഓർമ്മ വേണം. ഗീതയിൽ 3ാം അധ്യായത്തിൽ 18ാം ശ്ലോകം. ഗീതയിൽ 3ാം അധ്യായത്തിൽ 18ാം ശ്ലോകം അതെല്ലാ മുതിർന്നവർക്കും ഉള്ളൊരു നിർദ്ദേശമാണ്. കൃഷ്ണൻ പറയും, യദ്യദാചരതി ശ്രേഷ്ഠ 3ാം അധ്യായത്തിൽ 18ആണോ 21ാം ശ്ലോകം? 3:21 ആണോ? 21 യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ
ലോകസ്തദന വർത്തതേ യത് ആചരതി ശ്രേഷ്ഠ. നിങ്ങൾ നോക്കൂ, ആചരിക്കുന്ന ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന് ഭഗവാൻ പറഞ്ഞു. തൊഴുതുപോകുന്നവരെ ശ്രേഷ്ഠൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ശ്ലോകമേ ഭാഗവതത്തിലില്ല. ഉള്ളത് പറയാ, തൊഴുതുപോകുന്നവൻ കഴുതയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് തൊഴുതുപോകുന്നവൻ? കഴുതയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യസ്യാത്മബുദ്ധി ഗുണപേത്രിധാതുകേ സ്വതിക്കളത്രാദിഷു ഭൗമ ഈജ്യതി. ഭാഗവതം ദശമസ്കന്ധം 84-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വരികളാണ്. എന്നെ വെറുതെ തൊഴുതുപോകുന്നവൻ സയേവ ഘോകര, അവനാണ് കഴുത എന്നാണ്. ഇതൊക്കെ ഗുരുവായൂരമ്പലത്തിൽ എഴുതി വെക്കേണ്ട വരികളാണ്. അല്ല, തമാശയല്ലത്. ആളുകൾ അങ്ങനെ തൊഴുതുപോയി ശീലിച്ചു പോയി ആളുകൾ. അപ്പം ഇതിന്ന് മാറ്റം ഉണ്ടാക്കണം. കൃഷ്ണൻ പറയുന്നു ആചരതി ശ്രേഷ്ഠ. ആരാ ശ്രേഷ്ഠന്മാര്? ആചരിക്കുന്നത്. അപ്പം എങ്ങനെ ആചരിക്കണം? അതിനാണ് ഗുരുക്കന്മാർ പറഞ്ഞ വഴികളിലൂടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം. നാമം ജപിക്കാനാണ് ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനും പറഞ്ഞിരിക്കുന്നത് നാമം ജപിക്കാനാണ്. ആചാര്യന്മാരൊക്കെ പറഞ്ഞത് എന്താണ്? ഗുരുനാഥൻ തുണതീക സന്തതം തൊഴുതു പോവാനാണോ പൂന്താനം പറഞ്ഞത്? ആണോ? ഗുരുനാഥൻ തുണജീക സന്തതം തിരുനാമം നാമം ചൊല്ലാൻ തന്നെയല്ലേ പറഞ്ഞത്? അതല്ലേ ആചരിക്കേണ്ടത്? ആണോ അല്ലയോ? സത്യം പറയൂ, നിങ്ങളുടെ മക്കളെ കൊണ്ട് എത്ര പേര് ഈ പറഞ്ഞ കാര്യം ചെയ്യിക്കുന്നുണ്ട്? നാമം ചൊല്ലിക്കുക എന്നൊരു സംഭവം നമുക്ക് ലജ്ജ തോന്നും. ഇന്ന് ഹിന്ദു മതത്തിൽ അത് ഇല്ലാതെയിപ്പോയി. ഗുരുത്വമില്ലാത്ത മക്കളെയാണ് നമ്മൾ വളർത്തുന്നതെന്ന് അറിയുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിന്നെ ഈ ഗുരുവായൂരമ്പലത്തിൽ വന്ന് കല്യാണം കഴിക്കണം, ആ കൃഷ്ണനെ നിന്ദിക്കുന്നതിന് തുല്യമാണത്. ആചരിക്കാത്തവൻ അവിടെ വന്നിട്ട് എന്ത് കല്യാണം കഴിക്കണം? പിന്നെ ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു കൃഷ്ണ. ഞാൻ തുറന്ന് പറയാണ്, നിങ്ങൾ വിഷമം വിചാരിക്കേണ്ടത്. ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഭക്തി ഉണ്ടെന്ന് വിചാരിക്കരുത്. അത് ദുര്യോധനൻ വന്ന് കല്യാണം കഴിക്കുന്ന പോലെയാണത്. ദുര്യോധനൻ കല്യാണം കഴിച്ചാൽ കൃഷ്ണൻ എന്ത് പ്രീതിയുണ്ട്? മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ഭഗവാന്റെ ഭക്തനായി തീരാൻ ശ്രമിക്കണ്ടേ, എന്നിട്ടല്ലേ മുന്നിൽ വന്ന് കല്യാണം കഴിക്കേണ്ടത്? ആണോ അല്ലയോ? ആ ഭക്തനാവാതെ യോഗ്യതയില്ലാതെ അവിടെ വന്ന് കല്യാണം കഴിച്ചു പോകുന്നതിൽ എന്താ അർത്ഥമുണ്ട്? സമ്മതിക്കരുത്. നിങ്ങൾ പറയണം, ആര് മക്കൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടണോ വിഷ്ണു സഹസ്രനാമം ചൊല്ല് 10 ഡെയിലി ചൊല്ല്, എന്നിട്ട് നമുക്ക് നോക്കാം കെട്ടണോ. അല്ല, കൃഷ്ണന്റെ മുന്നിൽ നിൽക്കാനൊരു യോഗ്യതയില്ലാത്ത നീ, അതാണ് പൂന്താനം പറഞ്ഞത്, യോഗ്യത വരുത്തേണമേ ഭഗവാനെ, അതിനുള്ള യോഗ്യത എനിക്കുണ്ടാവണമെന്ന്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ? ഇതല്ലേ വേണ്ടത്? നമ്മുടെ സംസ്കാരത്തിൽ വലിയൊരു ശുദ്ധി സംഭവിച്ചതാണ്. ഇന്ന് ഞാനിതൊക്കെ നിങ്ങളോട് പറയണമെന്ന് അറിയോ? പത്രം വായിക്കാൻ പറ്റില്ല ഹിന്ദു. അത്ര മോശമായിരിക്കണം നമ്മുടെ പത്രം. ഏതെങ്കിലും ഒരു ദിവസം ആത്മഹത്യ ചെയ്യാത്ത ദിവസങ്ങളുടെ കുട്ടികൾ ഡെയിലി ആത്മഹത്യകളും ആണോ? എന്തേ ഇത്ര അധപ്പതിച്ചു പോയി? അതിന് പറ്റിയൊരു ഗവൺമെൻറ്റും കഷ്ടം. ഇങ്ങനൊരു സംസ്കാരശൂന്യരായി പോയല്ലോ. ഒരു ജനത ആത്മഹത്യ ചെയ്തിട്ടൊരു വികാരം ഇല്ലാത്തവരായിപ്പോയല്ലോ. ഇവിടെ ഒരു മാറ്റം വരുത്തേണ്ടത് അത് നമ്മളുണ്ടാക്കിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ കുട്ടികൾ അവരുടെ മാനസിക സംഘർഷങ്ങൾ കൂടി വരുമ്പോൾ അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ വരുമ്പോൾ ആത്മഹത്യയാണ്. ഇത് ആര് കുറയ്ക്കും? അത് ചെറുപ്പത്തിലെയൊക്കെ ഒരു നാമജപ സംസ്കാരം ഉണ്ടെങ്കിൽ ഈ സംഘർഷങ്ങളുടെ തീവ്രത നിങ്ങൾ നോക്കൂ. പ്രഹ്ലാദനും ധ്രുവനൊക്കെ കടന്നുപോയത് അതല്ലേ? പൂന്താനം എന്താ മകൻ മരിച്ച ദുഃഖത്തിലൂടെ കടന്നുപോയില്ലേ? ഇങ്ങനെ അനവധി ആളുകൾ സംഘർഷങ്ങൾ, പട്ടുതിരിപ്പാട് പോയില്ലേ? ഇവരൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഉണ്ടോ? ആരാ സംഘർഷങ്ങളിലൂടെ കടന്നു പോവാത്തത്? എല്ലാവർക്കും ഓരോരോ പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? എനിക്കുണ്ട്. എനിക്കൊരു മാസം 2.5-3 ലക്ഷം രൂപ വേണം ജീവിക്കാൻ. കാരണം അത്രയും സ്റ്റാഫിന് പേയ്മെൻറ്റ് ചെയ്യണം. ഉള്ള കാര്യം പറയണം. ഒരു 3 ലക്ഷത്തോളം സാലറി കൊടുക്കണം എനിക്കൊരു മാസം, അത്രയും സ്റ്റാഫിനെ കൊണ്ടു നടക്കാൻ. അപ്പോൾ ഈ പൈസ വന്നില്ലെങ്കിൽ അവരുടെ കുടുംബം പട്ടിണിയാവും. മനസ്സിലായില്ലേ? അവരുടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാൻ അത്രയും ഉണ്ടാക്കണം, പണിയെടുക്കുക തന്നെ വേണം. വെറുതെ ആരും പൈസ കൊടുത്തിരില്ല. ഉള്ള കാര്യം പറയണം, നിങ്ങളോട് ഫാക്റ്റ് പറയാണ്. പണിയെടുത്താൽ തന്നെ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാജന. കർമ്മം ചെയ്താൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇത് സത്യമാണ് നിങ്ങളോട് പറയുന്നത്.
വെറുതെ പ്രാർത്ഥിച്ചിരിക്കരുത്. അവനവൻ്റെ മനസ്സിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരികയും വേണം. മറ്റുള്ളവരെ ഉയരാൻ പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ബാക്കി പണം വരെ പോവുകയൊക്കെ ചെയ്യട്ടെ, അറ്റ്ലീസ്റ്റ് ഉള്ളിൻ്റെ ഉള്ളിൽ കൃതാർത്ഥത, ധന്യത, തൃപ്തി അത് വരില്ലേ? വരുമോ ഇല്ലയോ? പറയൂ. ജീവിതം അതാണ്. ഇപ്രകാരം ഇവിടെ നമുക്ക് ഭാഗവതത്തിൽ ദേവി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രേമം ഏതൊക്കെ ഇപ്പോൾ പറഞ്ഞത്? പ്രേമം മനസ്സിലായി നല്ലോണം, അത് മറക്കില്ല ആരും. പ്രേമം, മൈത്രി, കൃപ. ഇനി നാലാമത്തതാണ് ഉപേക്ഷ. ഉപേക്ഷിക്കേണ്ടത് ആളുകളെയല്ല, ഉപേക്ഷിക്കേണ്ടത് അവനവൻ്റെ ചില ശീലങ്ങളെയാണ്. അവനവൻ്റെ ചില ശീലങ്ങൾ. അതിലേറ്റവും അപകടകാരികളായ 2 ശീലങ്ങളാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആലസ്യം. ഒരു കൃത്യനിഷ്ഠയിലേക്ക് മനുഷ്യൻ വരണം. ആലസ്യവും മാറ്റണം. അതുപോലെ മനസ്സിൻ്റെ അനാവശ്യങ്ങളായ, ശ്രദ്ധിക്കണം, ഇതൊരു മോസ്റ്റ് ഡേഞ്ചറസ് ആണ് ഇന്ന് മനുഷ്യൻ കൊണ്ട് നടക്കുന്ന ഒരു പലതിലുമുള്ള അടിമത്വവും കൊണ്ട് നിർത്തണം. പലതിലും ഇന്ന് മനുഷ്യൻ സ്ലേവാണ്, അടിമകളായിട്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയമായാലും ശരി. ഞാൻ ആ കാര്യത്തിൽ മുസ്ലിം സമൂഹത്തെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹിന്ദു സമൂഹത്തിലുണ്ടല്ലോ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കാരണം നിങ്ങൾ നോക്കൂ, കുറേ എണ്ണം അമ്പലത്തിൽ വരില്ല. വലിയ സഖാക്കൾ ചമയ അവർ, ഹിന്ദുക്കളുടെ ജന്തുക്കൾ. എന്നാൽ ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിങ്ങൾ, അവൻ വെള്ളിയാഴ്ച കൃത്യം പള്ളിയിൽ പോവും. അവനൊരു പ്രയാസമില്ല. ആണോ അല്ലയോ? അവനും കമ്മ്യൂണിസ്റ്റ് ഉണ്ട് അവൻ്റെ തലയിൽ. പക്ഷെ അവൻ മതം, അവൻ്റെ കുടുംബം, അവൻ്റെ സംസ്കാരം, അവൻ്റെ തലമുറകൾ, ഇതൊക്കെ ബോധത്തോടു കൂടിയിട്ടാണ്. ഇത് സംസ്കാരം മുഴുവൻ വഴിതെറ്റിച്ചിട്ടാണ് ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് ആ കുലങ്ങളൊക്കെ താളം തെറ്റി. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇത്തിരി കൂടിപ്പോവും. ഈ വലിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ മക്കളിപ്പോൾ കുറേ പേര് ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ഇതിലേക്കൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പാവങ്ങളൊക്കെ വഴിതെറ്റിപ്പോയതാണ്. ഈ MS നമ്പൂതിരിപ്പാടിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കമ്മ്യൂണിസത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ കുറച്ചു കാലം എൻ്റെ കൂടെ ഭാഗവതം വായിക്കുമായിരുന്നു. EMSൻ്റെ കുറച്ചു കാലം അദ്ദേഹം എൻ്റെ കൂടെ അധ്യാപകനായിരുന്നു. ഭാഗവതത്തിലേക്കൊക്കെ വന്ന് അദ്ദേഹം ഇത് വായിക്കുകയാണ്. കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യൻ്റെ വീട്ടിലെ തലമുറയാണ് പറയണത്. ഇങ്ങനെ എത്ര ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. ജ്യോതി ബസുവിൻ്റെ മകൻ ദുബായിലാണ്, അയാൾ ബിസിനസ്സാണ്, അയാൾ ഗീതാ ക്ലാസ്സുകൾ എടുക്കുന്നുള്ള. കാലം പോയൊരു പോക്ക് നോക്ക് നിങ്ങൾ. ഈ ജ്യോതി ബസുവിൻ്റെ മക്കളൊക്കെ കാലം എവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ളത്. ഒരു കാലത്ത് കമ്മ്യൂണിസം കൊണ്ട് നടന്ന ആൾക്കാരല്ല. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ എത്ര ഇങ്ങനെ നിങ്ങൾക്കറിയാലോ, നക്സൽ പ്രസ്ഥാനത്തിൻ്റെ മുൻ നിരയിൽ നിന്ന ആളുകൾ, അങ്ങനെയുള്ള കുറേ ആളുകൾ. നക്സൽ പ്രസ്ഥാനം ട്രിവാൻഡ്രത്ത് ഒരാളുണ്ട്, ഫിലിപ്പൻ പ്രസാദ് എന്നൊക്കെ പറഞ്ഞിട്ട്, കേട്ടിട്ടുണ്ടോ അറിയില്ല. ഇപ്പം ഗീതാ പ്രഭാഷണത്തിലാണ്. ഞാനൊരു 6 മാസം മുമ്പ് പൂനെയിലായിരുന്നു എനിക്ക് സപ്താഹം. എൻ്റെ മുന്നിലൊരു മനുഷ്യനിരിക്കണോ, നല്ല ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ആൾ. അപ്പോൾ ആരാ എന്താണെന്ന് എനിക്കറിയില്ല. കുറേ ക്രൗഡിൽ ആൾക്കാരൊക്കെ ഇരിക്കണു, ആൾക്കാരെ പെട്ടെന്ന് അറിയില്ല. പിന്നെ എന്നെ വന്ന് പരിചയപ്പെട്ടു ആ മനുഷ്യൻ. എന്നോട് ചോദിച്ചു, സ്വാമിക്ക് എന്നെ അറിയുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങേ കണ്ടിട്ടോ എവിടെയോ കണ്ട് കാണും, വേറെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെട്ടില്ല. ഇപ്പം ഞാനാണ് ജയറാം പടിക്കലിന്. പണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജയറാം പടിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും അറിയുണ്ടാവില്ല. രാജൻ വളരെ കേരളത്തിലെ ഒരു ത്രില്ലിൻ്റെ കേസിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പം എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഗീതാ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടെന്ന്. കാലം പോയൊരു പോക്ക് നോക്കൂ നിങ്ങൾ. ഇവരൊക്കെ അൾട്ടിമേറ്റ്ലി എത്തിച്ചേരുന്നത് ഭാരതത്തിൻ്റെ ഈ സംസ്കൃതിയിലേക്കാണ്. മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഇത് നേരത്തെ നമ്മൾ കുട്ടികളിൽ വെക്കണ്ടേ? ഉപേക്ഷിക്കേണ്ടത് അവനവൻ്റെ തന്നെ ശീലങ്ങളെയാണ്. അലസതയും മാറ്റണം. അനാവശ്യമായി ഒന്നിലും അമിതമായി ഒട്ടലുണ്ടാക്കരുത്. കാരണം നാളെ ഇതൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവുന്നതൊരൊറ്റ കാര്യമുള്ളൂ, അവനവൻ്റെ അനുഷ്ഠാനവും ആ അനുഷ്ഠാനത്തോട് കൂടി ചേർന്ന് ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റഡ് ആയാൽ ആളുകളുണ്ടാവും, സാധനയും ഉണ്ടാവും,
സത്സംഗവും ഉണ്ടാവും. ഏതുണ്ടാവും? സാധനയും ഉണ്ടാവും. പൂന്താനത്തിൻ്റെ അവസാനം, പൂന്താനം ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭാര്യ പോലും പോയില്ല, അവിടുത്തെ ജോലിക്കാരി പോയി എന്നൊക്കെയാണ് കഥ. കേട്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? കാരണം ആ പൂന്താനത്തിൻ്റെ ആ സത്സംഗ സംസ്കൃതിയിൽ കണക്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ആ ജോലിക്കാരിക്ക് സാധിച്ചുള്ളൂ, ഭാര്യയ്ക്ക് പോലും സാധിച്ചില്ല എന്നാണ്. കൃഷ്ണൻ്റെ അടുത്ത് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആർക്കും കാൽക്കൽ വീണൊന്നും ചോദിക്കാൻ തോന്നിയില്ല, ഉദ്ധവർക്ക് തോന്നിയത്. അതുകൊണ്ട് കാലിൽ കിടന്ന മെതിയടി കൃഷ്ണൻ അവസാനം കൊടുക്കുന്നത് ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ല, കൊടുക്കുന്നത് തൻ്റെ കൂടെ നിഴലായി നടന്ന ആർക്കാണ്? ഉദ്ധവർക്കാണ്. ഇതാണ് സത്സംഗം. ലാസ്റ്റ് നമ്മുടെ കൂടെ ഒരു സത്സംഗം ഉണ്ടാവും, അതിനുള്ള ആളുകളൊക്കെ ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് ഇവിടെ പ്രേമ മൈത്രി കൃപാപേക്ഷ, ഇതാണ് വാസ്തവത്തിൽ ദേവി പറയുന്നത്. നമുക്ക് ആ ദേവിയുടെ ആ ലാസ്റ്റ് 2 വരികൾ നോക്കാം. കൃഷ്ണനോട് പറയുന്നത്, ഞാൻ എന്തിനാണ് അങ്ങേ കല്യാണം കഴിച്ചത്? അപ്പം എന്തിനാ കല്യാണം കഴിച്ചത്? പ്രേമ മൈത്രി കൃപാ ഉപേക്ഷ. എന്തിനാ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? ഇത് വരികൾ മറക്കരുത്. എന്തിനാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? ഉറക്കെ പറയൂ. പ്രേമ മൈത്രി കൃപാ ഉപേക്ഷ. ഉറക്കെ പറയൂ. അനുഷ്ഠാനം വേണം, മറ്റുള്ള ഒരാളെ അനുഷ്ഠാനത്തിലേക്ക് പ്രേരിപ്പിക്കണം, വേണ്ടാത്തതായ ചിന്തകളെ ഉപേക്ഷിക്കണം, അല്ലേ? അങ്ങനെയൊക്കെ മനുഷ്യനൊരു പരിവർത്തനം ഉള്ളിലുണ്ടാക്കുമ്പോൾ അവനവനും ഗുണം കിട്ടുന്നു, മറ്റുള്ളവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടുന്നു. ലാസ്റ്റ് 2 ശ്ലോകങ്ങൾ, വരികൾ നമുക്ക് നോക്കാം. ജീവച്ഛവം ഭജതി കാന്തമതിർവിമൂഢാം യാതേ പദാബ്ജമകരന്ദമജികൃതി സ്ത്രീ. മനുഷ്യദേഹം എന്ന് പറയുന്നത് ദേവി അതിനെ വളരെ കൃത്യമായി പറയാണ്. എന്തൊക്കെയാണ്? തോല്, മാംസം, അസ്ഥി, മജ്ജ, ഇതൊക്കെയാണല്ലോ. ഇത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഈ സാധനങ്ങൾ. കുറച്ച് രോമങ്ങളുണ്ട്. എന്നിട്ട് പറയണോ മാംസ, അസ്ഥി, പിന്നെ ഇതിൽ രക്തം, പിന്നെ കുറച്ച് കഫം കാണും, പിന്നെ മലമൂത്രങ്ങളൊക്കെ സഞ്ചികളിൽ കാണും. ഈ സാധനമൊക്കെ കൂടി നിറഞ്ഞതാണ് മനുഷ്യ ശരീരം. ഇതിനെയാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഭർത്താവ്, ഇതാണ് ഭാര്യ എന്ന് തെറ്റിദ്ധരിക്കുന്നവൻ മൂഢനല്ലാതെ പിന്നെ ആരാന്നാ ചോദിക്കുന്നത്? കേവലം ഒരു ശരീരമാണ് ഭാര്യയും ഭർത്താവായി കാണുന്നതെങ്കിൽ അവര് മൂഢന്മാരാണ്. ജീവശവം ഭജതി എന്നാണ്. അവർ ഏതിനെ ഭജിക്കുന്നത്? സ്നേഹിക്കുന്നത് ശവത്തെ ഭജിക്കുന്നവരാണ്. എന്നാൽ ഞാൻ അങ്ങേ കല്യാണം കഴിച്ചത് പദാബ്ജം, അവിടുത്തെ പാദത്തിൽ ഭക്തി വളരാനാണ്. എനിക്ക് അവിടുത്തെ പാദത്തിൽ ഭക്തി വളർന്നാൽ മാത്രം മതി കൃഷ്ണ, വേറൊന്നും എനിക്ക് വേണ്ട. ഭഗവാന്റെ പാദത്തിൽ അനുരാഗമുണ്ടാവണം. പാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമത്തെയാണ് പാദം എന്ന് പറയുക. നാമത്തെയാണ്. അതെന്താണ്? നാമവും പാദവും തമ്മിലുള്ളൊരു ബന്ധം. കാരണം നാമത്തിലൂടെ മാത്രമേ പാദത്തിൽ ശരണാഗതി കിട്ടുള്ളൂ. അപ്പം നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ പാദത്തിൽ ശരണാഗതരായിത്തീരുന്നു. പാദത്തിൽ ചേർന്നാൽ ആരിൽ ചേർന്നു? ഭഗവാനിൽ ചേർന്നു എന്നാണ്. അപ്പം നാമമാണ് ഭഗവാന്റെ പാദം എന്ന് എപ്പോഴും ഓർത്തോണം. അപ്പം നാമത്തിലേ നമുക്ക് മനസ്സിനെ അർപ്പിക്കാൻ, ലയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അസ്തം ഭുജാക്ഷ മമതേ ചരണാനുരാഗ ആത്മൻ രഥസ്യ മയി ചാനതിരിക്തദൃഷ്ടേ യർഹ്യസ്യ വൃത്തയ ഉപാത്തരജ്യോതിമാത്രോ മാമീക്ഷസേ തദനുഹ പരമാനുകമ്പ. എന്നോട് അല്പം ഒരു അനുകമ്പ കൃഷ്ണ കാണിക്കൂ. എന്താണ്? ആ ചരണാനുരാഗം മാത്രം തന്നാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട. അനുരാഗം എന്നല്ല പറഞ്ഞത്. ഏതനുരാഗം? ചരണാനുരാഗ. ഭഗവാനെ ആ ഭക്തി തന്നാൽ മതി, വേറെ എനിക്കൊന്നും വേണ്ട. ഇത് കേട്ടിട്ട് ഭഗവാൻ കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ദേവി, സത്യത്തിൽ ഇത് ദേവിയിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് തന്നതെന്നാണ്. കൃഷ്ണൻ ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തത് ദേവിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കേൾക്കണം, ലോകം അറിഞ്ഞിരിക്കണം. നോക്കൂ,
ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ഏമം ഭജന്തി ദാമ്പത്യേ. അതിനു മുമ്പ് 49-ാം ശ്ലോകം. സ്വാദ്യേതൽ ശ്രോതുകാമൈസ്തം രാജപുത്രീ പ്രലംബിത മയോദിതം യദന്വാത്ത സർവം തൽ സത്യമേവ ഹി. രാജപുത്രി പ്രലംബിത. ഞാൻ ദേവിയെ പ്രലോഭിപ്പിച്ചത്, ദേവിയെ പ്രകോപിപ്പിച്ചത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാദ്യേതൽ ശ്രോതുകാമേ, ദേവിയിൽ നിന്ന് ഇതെല്ലാം ഒന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ദേവിയുടെ ഭക്തി, ദേവിയുടെ കൃഷ്ണനിലുള്ള അനുരാഗം എന്താണെന്ന് ലോകം അറിഞ്ഞിരിക്കണം. ദേവി ശരിക്കും ഏത് കൃഷ്ണനെയാണ് സ്നേഹിക്കുന്നതെന്ന് എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദേവി ഈ ഭക്തി എല്ലാവർക്കും കിട്ടില്ല. കാരണം ആളുകൾ പൊതുവെ എൻ്റെ അടുത്ത് വരുന്ന എന്തിനാണ്? ഏമം ഭജന്തി ദാമ്പത്യേ തപസാവൃതചര്യയാ കാമാത്മാനോ അപവർഗേശം മോഹിതോ മമമായ. ആളുകൾ എൻ്റെ മുന്നിൽ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് വരും. എന്തിനു വേണ്ടി? ദാമ്പത്യ ലൗകികങ്ങളായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ദേവി അവരൊക്കെ മോഹിതോ മമമായ, എൻ്റെ മായയിൽ മോഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദേവി ഈ വരികൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ ഇത് അടിവരയിട്ട് ഓർത്തോളണം. മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേ വസത്പതിം തേ മന്ദഭാഗ്യാ നിരയേ പിയേ നൃണാം മാത്രാത്മകത്വൽ നിരയസ്വസംഗമ. മാം പ്രാപ്യ, ഇതെപ്പോഴും മറക്കരുത് നിങ്ങൾ. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ജീവഭാവത്തെ പൂർണ്ണതയിലെത്തിക്കലാണ്. ഞാനും നിങ്ങളും ഭഗവാന്റെ അംശങ്ങളാണ്, മറക്കരുത്. നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ഈ മനസ്സ് ഉണർന്നു വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അത് തിരിച്ചെത്തേണ്ടതും ഭഗവാനിലേക്ക്. ആ ബോധം എപ്പോഴും ഉണ്ടാവണം. പൂർണ്ണമിതം, ഈ ബോധമുണ്ടാവണം. സാന്ദ്രാനന്ദാവബോധം, ഈ ബോധമുണ്ടാവണം. ഞാൻ അവസാനം നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മ സിന്ധു. ആ നിർമ്മല സിന്ധുവിലേക്ക് നിർലീനമാവാനാണ് വന്നത്. ഭട്ടതിരിപ്പാട് ആവർത്തിച്ച് ഇത് ഉറപ്പിക്കുന്നുണ്ട് നമ്മുടെ തലയിൽ. അതാണ് 91-ാം ദശകത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ നിങ്ങൾ നോക്കൂ. അവിടെ പറയും ഭൂമൻ കായേന വാച മുഹുരഭി മനസാ ത്വൽബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹപരതരേ ത്വയ്യസൗ അർപ്പയാമി. അർപ്പിക്കുവാൻ, അങ്ങയിൽ ലയിക്കുവാൻ, അങ്ങയിൽ ചേരുവാൻ, അല്ലേ? അതല്ലേ അവസാനവും പറയുന്നത്. നാരായണനെ സ്മരിച്ചുകൊണ്ട് ആ കേശാദിപാദം വർണ്ണിക്കുമ്പോൾ അവസാനം എന്താ പറയുക? കൃഷ്ണനെക്കുറിച്ച് അവിടുത്തെ ചിത്തസ്ഥിതം, എൻ്റെ ചിത്തത്തിൽ സ്ഥിതമാവണം. പാദമൂലം ചിത്തസ്ഥിതം മേ. എൻ്റെ ചിത്തത്തിൽ ആ ഒരു പാദത്തെ കണ്ട് അതിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ അർപ്പിക്കണം കൃഷ്ണ എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മാം പ്രാപ്യ. ആരിലേക്ക് എത്താനാണ്? ഇപ്പം നമുക്ക് ഭഗവാനിലെത്തുക എന്ന വലിയൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട്, ഒരു പൊട്ടൻഷ്യലുണ്ട്, പോസിബിലിറ്റി ഉണ്ട്, എബിലിറ്റി ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അത് നഷ്ടപ്പെടുത്തരുത്. ഇതാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്. പടി 6 കടക്കലാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. അതിനല്ലാതെ സമ്പത്തും സത്പതിയും ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച് അങ്ങനെ പോയാൽ മന്ദഭാഗ്യ, ആരാണ്? ഭാഗ്യം കെട്ടവരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഭക്തനെ ഒരിക്കലും ഭഗവാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രാർത്ഥിക്കുന്ന ഭക്തനായിത്തീരുമെന്ന്. പ്രാർത്ഥിക്കുന്ന ഭക്തനെ അല്ല ഭഗവാൻ ആവശ്യം, തന്നെ പ്രാപിക്കാൻ അർപ്പിക്കുന്നൊരു ഭക്തനെയാണ് ഭഗവാൻ ആവശ്യം. തന്നിലേക്കെത്തണം. കാരണം ഭഗവാനും ഞാനും എല്ലാം ഒന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മവാസനയ്ക്കനുസരിച്ച്, പ്രയത്നത്തിനനുസരിച്ച് അർഹിക്കുന്നതെല്ലാം വന്നു ചേരും. അർഹിക്കാത്തത് എന്ത് വന്നിട്ടും കാര്യമില്ല, അത് കയ്യിൽ നിൽക്കില്ല. ലോട്ടറി അടിക്കുന്ന പോലെയാണ്. ലോട്ടറി അടിച്ചിട്ട് 1% ആൾക്കാർ പോലും ഇതുവരെ നന്നായിട്ടില്ല.
പൈസ കയ്യിൽ നിൽക്കില്ല എന്ന് ഉറപ്പല്ലേ? ആണോ അല്ലയോ? നോക്ക്, എത്രയോ ആളുകൾ എന്തൊക്കെ തട്ടിപ്പിലാണ് പെട്ടുപോകുന്നത്. എടുത്ത് ചാട്ട് എന്തോ കിട്ടുന്നൊക്കെ സ്വപ്നം കണ്ട് അവസാനം കടിച്ചതുമില്ല, പിടിച്ചതും. ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ലേ? ഇപ്പം ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഭക്തി കൊണ്ട് നടന്നാൽ ഭഗവാന്റെ ഒരു കരുതൽ, ഭഗവാന്റെ ഒരു കാരുണ്യം, ഭഗവാന്റെ ഒരു അനുഗ്രഹം എപ്പോഴും 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 പിന്നാലെ 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 കൂടെ ഉണ്ടാവും. ഭഗവാൻ നോക്കൂ, പലർക്കും അത് മനസ്സിലാവുന്നില്ല. പലരും ധരിക്കുന്നത് കൃഷ്ണൻ ഈ ശംഖചക്രഗദാരൂപത്തിലൊക്കെ വരുന്നത് ഈ ജന്മം വരില്ല. ഭഗവാൻ അങ്ങനെ വന്നിട്ടും കാര്യമില്ല. നിങ്ങൾ രാവിലെ തന്നെ വീട് ഒരു വീടിന് മോർണിംഗ് ഒരു ആരെങ്കിലും റിങ്ങൊക്കെ അടിച്ച് ഒക്കെ അടിച്ചിട്ട് ഡോർ ബെല്ലൊക്കെ ആരെങ്കിലും അടിച്ചിട്ട് നിങ്ങൾ ഡോർ തുറക്കുമ്പോൾ ശംഖചക്രഗദാരൂപത്തിലൊരു കുട്ടി, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഈ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ വന്നു, ലോഡ്ജിൽ താമസിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് 3 മണിക്ക് മുന്നിലുണ്ട്, ബെല്ലൊക്കെ അടിച്ചിട്ട് നോക്കുമ്പോണ്ട് ഓടക്കോളിൽ പിടിച്ചിട്ട് ഒരാൾ നിൽക്കണു. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, താടിയും വെച്ചിട്ടുണ്ട്. കൃഷ്ണന് പൊതുവെ താടിയില്ലല്ലോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന്, അകത്ത് കയറിക്കോട്ടെ എന്ന്. നിങ്ങൾ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? കാരണം നമുക്ക് കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിചാരം ഏതോ രൂപത്തിലൊക്കെ വരുന്നതാണ്. ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങനെയൊന്നും ഒരു രൂപത്തിലൊന്നും. നോ തിര്യം ജന്മമർത്യം നസുരമസുരം ന സ്ത്രീയം ന പുമാംസം നോ ദ്രവ്യം കർമ്മജാതിം സദസദ്ഭാവിതേ രൂപമാഹു ശിഷ്ടം യസ്യാ നിഷേധേ നിഗമസദൈ ലക്ഷണാവൃത്തിതസ്ഥൽ കൃഷ്ണേനാവിദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. നാരായണീയം 98-ാം ദശകം 3-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ ഏത് രൂപത്തിൽ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച രൂപത്തിലല്ല. ശിഷ്ടം യസ്യാൽ നിഷേധേ. ഭഗവാൻ ഇതെന്നൊക്കെ മാറിക്കൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത പല ഭാവങ്ങളിലും പലരുടെ രൂപത്തിലും ഭഗവാൻ വരും. അത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ മനസ്സ് പൂർണ്ണമായി ആർക്ക് വിട്ടുകൊടുക്കണം? എപ്പോഴും ഓർക്കണം, മനസ്സ് നിങ്ങളുടെയല്ല. ഈ ഞാൻ എന്നൊക്കെ പറയുമ്പം എപ്പോഴും ഉള്ളി പറയാം, മനസ്സ് എൻ്റെ അല്ല, ഞാൻ എൻ്റെ അല്ല എന്ന് പറയൂ. അതൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഞാൻ എൻ്റെ അല്ല. ഇത് വട്ടാണ് തോന്നിയേ. ഈ ഞാൻ എൻ്റെ അല്ല, ഞാൻ ആരുടെയാണ്? ഭഗവാന്റെയാണ്. ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഞാൻ എൻ്റെ അല്ല. അപ്പം ഈ ഞാൻ എന്ന് പൊങ്ങി വരുമ്പോൾ ഇത് ഓർമ്മ വേണം. ഏത്? ഞാൻ എന്ന് പൊങ്ങി വരുമ്പോൾ ഓർമ്മ വേണം. എന്ത്? ഹൃദയ കുഹരമത്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമഹമിതി ആത്മരൂപേണ ബാധി. ഇത് വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് രമണ മഹർഷിയാണ്. അദ്ദേഹം പറയും, ഞാൻ എന്ന് പൊങ്ങി വരുമ്പോൾ ഓർക്കണം, ഈ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അല്ല. ആരുടെയാണ്? ഭഗവാൻ ഉണർത്തിയാലേ ഞാനുള്ളൂ. ഭഗവാൻ ഉണർത്തിയില്ലെങ്കിൽ ആരില്ല? ഞാനില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെ ഞാൻ കയറി വരേണ്ടത്? അപ്പം എന്നെ ഞാൻ എൻ്റേതാക്കരുത്. എന്നെ ഞാൻ ആരുടേതാക്കണം? അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു നിഴലാണ്, ഒരു അംശമാണ്, അതിൻ്റെ ഒരു ഭാവമാണ്. ആണ് മനസ്സിലാവുണ്ടോ പറയുന്നത്? ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ, ഒറ്റയ്ക്കാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്ന മനോഹര ഭാവം, ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുക എൻ മനസ്സി. അല്ലെ, എത്ര മനോഹരമായിട്ടാണ് എഴുത്തച്ഛനൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ആ ഒരു ബോധം, ആ ഭാവം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ കൂടെയല്ല ഭഗവാൻ, ഭഗവാന്റെ അംശമാണ് ഞാൻ ഭഗവാന്റെ അംശമാണ്. ഈ രാമായണത്തിൽ മനോഹരമായിട്ട് ഈ ഭാഗം വരുന്നത്, ശ്രീരാമസ്വാമി ഹനുമാനോട് ചോദിക്കുന്നുണ്ട്, ഹനുമാൻ സ്വാമി അങ്ങ് എന്നെ എങ്ങനെയാണ് കാണുന്നത്? ആര്? ഭഗവാനെ. അപ്പം അതിന് ഹനുമാൻ സ്വാമി മറുപടി പറയുകയാണ്, ഞാൻ അങ്ങേ എങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേഹബുദ്ധ്യാത്തു ദാസോഹം. എനിക്ക് എപ്പോഴൊക്കെ ഞാൻ
എൻ്റെ കർമ്മമേഖലയിൽ ഇരിക്കുന്ന പ്രവൃത്തിയുണ്ടോ, എനിക്ക് എൻ്റെ ഉറപ്പാണ് ഞാനൊരു ദാസനാണ്. ഭഗവാനെ ഏൽപ്പിച്ച കർമ്മമാണ് ഞാൻ ചെയ്യുക എന്ന്. എന്നാൽ എൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ ഞാൻ ധ്യാനത്തിനിരിക്കുന്നോ, ആ സമയത്ത് ജപത്തിനിരിക്കുന്നോ, അപ്പോഴൊക്കെ ജീവബുദ്ധ്യാത്തു അംശോഹം, ഞാൻ ജീവബുദ്ധിയിൽ വരുമ്പോൾ അവിടുത്തെ ഒരു അംശമാണ്. പക്ഷേ ആത്മബുദ്ധ്യാത്തു ത്വമേവ അഹം, ഞാൻ എപ്പോഴെൻ്റെ മനസ്സ് നാമത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഭഗവാനും ഞാനും ഒരിടത്ത് തന്നെയാണ്, എൻ്റെ കൂടെ തന്നെയാണ് എന്നൊരു ബോധത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്താൻ ഭഗവാനെ എനിക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് നടത്തുന്ന സംവാദം. ഇത് അധ്യാത്മരാമായണം, ഇത് വരുന്നത് വ്യാസരാമായണം എന്നൊരു പുസ്തകമുണ്ട്. അവിടെയാണ് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണീ ദേവിയും തമ്മിലുള്ള ഒരു കലഹത്തിൻ്റെ കഥ നമുക്ക് ഈ കലഹകഥ പറഞ്ഞു തന്നിരിക്കുന്നത് കലഹിക്കാനല്ല, ഇത് തന്നിരിക്കുന്നത് കലഹിക്കാനല്ല, നമ്മുടെ ജീവിതത്തെ മഹിമയിലേക്ക് ഉയർത്താനാണ്. കലഹിക്കാനല്ല, മഹിമയാക്കാനാണ്. അപ്പം ആ മഹിമയിലേക്ക് ഉയരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രേമ മൈത്രി കൃപ ഉപേക്ഷ, ഇത് നമുക്ക് തലമുറകളിലേക്കൊന്ന് പകർന്നു കൊടുക്കണം.